ഹായ് ഹലോ വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മൾ ഡിസംബർ മാസത്തിലെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയർ സെക്ഷനായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പം ഇതിൻ്റെ PDF കാര്യങ്ങൾ ഫ്രീ ആയിട്ട് വേണമെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനകത്ത് നമ്മൾ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ സെക്ഷനിൽ നിങ്ങൾക്ക് എന്താണ് ഇതിൻ്റെ PDF ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കാതെ എന്താണ് ഡിസംബർ മാസത്തിലെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയർ സെക്ഷനിലേക്ക് പോവാം. ഓക്കെ, ഫസ്റ്റ് വൺ നോക്കാം. WHO, ഓക്കെ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ആണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ട്രഡീഷണൽ മെഡിസിൻ ഗ്ലോബൽ സബ്മിറ്റ് 2025. ഓക്കെ, നമ്മുടെ സബ്മിറ്റ്സ് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരമായിട്ട് ചോദിക്കുന്ന അല്ലേ. ഓക്കെ, സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് ഈ സബ്മിറ്റ്സ് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കാം. അതിൽ നമുക്ക് ജസ്റ്റ് കുറച്ച് എക്സ്ട്രാ ഫാക്ട്സ്, നമ്മൾ എന്ത് കാര്യം പറയുമ്പോൾ നമ്മൾ കുറച്ച് എക്സ്ട്രാ ഫാക്ട്സ് നമ്മൾ എല്ലാ തവണയും പറയാനുള്ളതാണ്. അപ്പോൾ ഇത്തവണ നമുക്ക് പറയാനുണ്ട്. നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഏത് വർഷമാണ്? 1948 അല്ലേ. 1948 നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വന്നത്. ഓക്കെ, ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാ? ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവ അല്ലേ. ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവ, അതുകൊണ്ട് നോട്ട് ചെയ്യാം. ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് ജനീവയാണിത് നമ്മുടെ ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ. നോക്കാം. ഹോസ്റ്റ് നോക്കി. ഹോസ്റ്റ് എവിടെയാണ്? ന്യൂഡൽഹി. എവിടെയാണ്? ന്യൂഡൽഹിയിലാണെന്ത് ഈ ഒരു സബ്മിറ്റ് 2025 സബ്മിറ്റ് കണ്ടക്ട് ചെയ്തത് അല്ലേ. ഇനി ആരാണ് ഓർഗനൈസ് ചെയ്തത്? ഓർഗനൈസ്ഡ് ബൈ WHO. ഓൾറെഡി ഉണ്ടല്ലോ, WHO ആണെന്ന് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ആൻഡ് മിനിസ്ട്രി ഓഫ് ആയുഷ്. ഓക്കെ, മിനിസ്ട്രി ഓഫ് ആയുഷും WHO കൊണ്ട് എന്താണ് കൊളാബറേഷൻ ചെയ്ത് ഒരുമിച്ചാണിത് ഈ ഒരു ട്രഡീഷണൽ മെഡിസിൻ ഗ്ലോബൽ സബ്മിറ്റ് കണ്ടക്ട് ചെയ്തത്. അത് മാത്രമല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ തീമും കൂടി ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. എന്താണ് തീം? ഓക്കെ, തീം ഓക്കെ, റീസ്റ്റോറിംഗ് ബാലൻസ് ഫോർ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്, ദ സയൻസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് വെൽ ബീയിങ്. ഓക്കെ, ഇതാണ് ഓക്കെ, റീസ്റ്റോറിംഗ് ബാലൻസ് ഫോർ പീപ്പിൾ ആൻഡ് പ്ലാനറ്റ്, ദ സയൻസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് വെൽബീങ് ആണിത് ഈ 2025 WHO ട്രഡീഷണൽ മെഡിസിൻ ഗ്ലോബൽ സബ്മിറ്റിന്റെ തീം എന്ന് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയ ഡേറ്റാസ് ആണ്. എവിടെ വെച്ച്? ന്യൂഡൽഹിയിൽ വെച്ചാണ്. ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്തുകൊണ്ട് അതോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യ എന്ന് ചോദിക്കാൻ സാധ്യത കുറവാണ്. കൂടുതൽ എന്താണ് ഏത് സ്റ്റേറ്റിൽ അല്ലെ എവിടെ വെച്ച് കണക്ട് ചെയ്ത് ചോദിക്കാനുള്ളത് കുറച്ചും കൂടെ സാധ്യത കൂടുതൽ കേട്ടോ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ്, ഓക്കെ നോക്കിയേ, ദ പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് ഹാസ് ബീൻ റീനെയിംഡ് ആസ് സേവാ തീർത്ത്. നോക്കിയേ, സേവാ തീർത്ത് നോക്കിയേ, PMയുടെ പ്രൈം മിനിസ്റ്റർ ഓഫീസ് സേവാ തീർത്ത് റീനെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ റീനെയിം ചെയ്ത പേര് എന്താണെന്ന് ചോദിക്കാം. ഇത് മാത്രമല്ല, വേറെ ഒരുപാട് പേരുകൾ എന്താണ് ഇതിനോടകം റീനെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, ഈ പ്രൈം മിനിസ്റ്ററിന്റെ ഓഫീസിലെ പേര് മാറ്റിയിട്ടുണ്ട്. എന്താണ്? സേവാ തീർന്ന് റീനെയിം ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, നമുക്ക് എക്സ്ട്രാ ആയിട്ട് കുറച്ചും കൂടെ നോക്കാം അല്ലേ. നോക്കി എന്തൊക്കെയാണ് അത് റിലേറ്റഡ് ചേഞ്ചസ് എന്തൊക്കെയാണ് നോക്കിയാൽ. രാജ്പഥ് എന്താ റീനെയിം ചെയ്തിരിക്കുന്നത്? രാജ്പഥ് കർത്തവ്യ പഥ് എന്താണ് രാജ്പഥ് റീനെയിം ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ നോർത്ത് ബ്ലോക്ക് ആൻഡ് സൗത്ത് ബ്ലോക്ക് എന്താണ്? അത് കർത്തവ്യ ഭവൻ എന്ന് റീനെയിം ചെയ്തിട്ടുണ്ട്. അപ്പം പ്രത്യേകം നോട്ട് ചെയ്ത് കൊടുക്കുക, കാരണം ചോദിക്കാൻ നല്ല ചാൻസ് ആണ്. കാരണം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളുടെ എന്താണ് നെയിം അങ്ങനെയും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കി, രാജ്പഥ് കർത്തവ്യ പഥാണ്. അതുപോലെ നോർത്ത് ബ്ലോക്ക് ആൻഡ് സൗത്ത് ബ്ലോക്ക് നോക്കി കർത്തവ്യ ഭവൻ. അപ്പോൾ കർത്തവ്യ പദും അതുപോലെ കർത്തവ്യ ഭവനും തമ്മിൽ മാറിപ്പോകല്. അടുത്ത് നോക്കി, രാജ്ഭവൻ നോക്കി ലോക് ഭവൻ റീനെയിം ചെയ്തിട്ടുണ്ട്. അതുപോലെ മുഗൾ ഗാർഡൻസ് എന്താണ്? അമൃത് ഉദ്യാൻ. എന്താണ്? അമൃത് ഉദ്യാൻ. മുഗൾ ഗാർഡൻസ് അമൃത് ഉദ്യാൻ എന്ന് റീനെയിം ചെയ്തിട്ടുണ്ട്. അതുപോലെ നെഹ്റു മെമ്മോറിയൽ മ്യൂസിയം ആൻഡ് ലൈബ്രറി മാറ്റിയിട്ട് ഓക്കെ PM മ്യൂസിയം ആൻഡ് ലൈബ്രറി എന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ റേസ് കോഴ്സ് റോഡ് എന്താണ്? അത് ലോക് കല്യാൺ മാർഗ്. എന്താണ്? ലോക് കല്യാൺ മാർഗ് എന്താണ് ഇതിനെ റീനെയിം ചെയ്തിട്ടുണ്ട്. അപ്പം PMന്റെ ഓഫീസ് മാത്രമല്ല, ഈ കാണുന്ന എക്സ്ട്രാ ആയിട്ടുള്ള ഇത്രയും ചേഞ്ചസ് കൊണ്ട് എന്താണ് നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള ഒരു ചോദ്യം കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ചേഞ്ചസ് വന്ന എല്ലാ കാര്യങ്ങളും ഒന്ന് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. കാരണം അത് പറഞ്ഞില്ല, ഈ ചേഞ്ചസ് വരുന്നത് വെച്ചാൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നെക്സ്റ്റ് 2024 ചോദിക്കാൻ എന്താണ് വളരെ ചാൻസ് കൂടിയ ഒരു ടോപ്പിക്കലാട്ടോ ഇത്. ഓക്കെ, നെക്സ്റ്റ് ഇൻഡെക്സുകൾ അല്ലേ. ഇന്ത്യയുടെ റാങ്കിങ്ങുകളും ഇൻഡെക്സുകളും. ഓക്കെ, നമ്മളെല്ലാ മാസവും കൃത്യമായിട്ട് ഓരോ ഇൻഡെക്സ് അല്ലെങ്കിൽ 1-2 ഇൻഡെക്സ് ഉറപ്പായിട്ടും കൊടുക്കാറുണ്ട് അല്ലേ. ഓക്കെ, നമുക്ക് നോക്കാം ഇത്തവണത്തെ ഇൻഡെക്സ് എന്താണെന്ന് നോക്കാം. നോക്കി, ഏഷ്യ പവർ ഇൻഡെക്സ് 2025. ഓക്കെ, ഏഷ്യ പവർ ഇൻഡെക്സ് 2025 നോക്കിയേ. വർഷം നോക്കി, വർഷമല്ല, ടോപ്പ് ആയതാണ്. ടോപ്പ് നമ്മൾ 2 ആണ് പഠിക്കുക. എന്തൊക്കെയാണ്? ഒന്ന് ടോപ്പ് ആയത് കൺട്രി ഏതാണ്, ഒന്ന് ഇന്ത്യയുടെ റാങ്ക് എത്രാമതാണ്. ഈ 2 പോയിന്റ്സ് ആണത് നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കാമല്ലോ കേട്ടോ. ടോപ്പ് ആയതാണ്? ടോപ്പ് ആയത് USA ആണത് ഇതിൽ ടോപ്പായി വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? 3rd റാങ്ക് ആണ് ഇന്ത്യക്ക് കേട്ടോ. 3rd റാങ്ക് ഏതാണ്? ഏഷ്യ പവർ ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് 3rd ആണ്. 3ാം റാങ്ക് ആണിത് ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്നത്. ടോപ്പ് ആയിട്ടുള്ള ടോപ്പായത് USA കേട്ടോ. USA. ഇനി അടുത്ത് നോക്കി,
Women Peace and Security Index 2025. Okay, Women Peace and Security Index ടോപ്പ് ആരാണ്? ടോപ്പ് ആയത് ഡെൻമാർക്ക് ആണ്. ഇന്ത്യയുടെ റാങ്ക് ഓക്കെ വളരെ കുറവല്ലേ, 131 131 ആണിത് ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് കേട്ടോ. വുമൺ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സ് കേട്ടോ, പ്രത്യേകം നോട്ട് ചെയ്യുക. ടോപ്പ് ഡെൻമാർക്ക്. ഡെൻമാർക്ക്, സ്വീഡന്, സ്വിറ്റ്സർലൻഡ് ഇവരായിരിക്കും എപ്പോഴും മിക്കപ്പോഴും എന്താണ്, ഐസ്ലാൻഡ്, ഈ കൺട്രീസ് ഒക്കെ ആയിരിക്കും ഇങ്ങനത്തെ ഇൻഡെക്സുകളിലൊക്കെ മിക്കപ്പോഴും ടോപ്പ് ആയിട്ട്. നിങ്ങൾക്ക് എല്ലായിടത്തും ഒക്കെ അറിയാം. മിക്കപ്പോഴും വെച്ചാൽ ഓൾമോസ്റ്റ് എന്താണ് ഈ 4 കൺട്രീസ് ആയിരിക്കും എല്ലാത്തിലും റാങ്ക്സിലും ഫസ്റ്റ് ആയിട്ട് ഒന്നാമതായിട്ട് നിൽക്കാറില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്ത്യ റാങ്ക് 132 രണ്ടെണ്ണം പഠിച്ചു. ഏഷ്യ പവർ ഇൻഡെക്സിൽ ഇന്ത്യ റാങ്ക് 3rd ആണ്. അതുപോലെ വുമൺ പീസ് ആൻഡ് സെക്യൂരിറ്റി ഇൻഡെക്സിൽ ഇന്ത്യ റാങ്ക് 131 ആണ്. പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അടുത്ത് കോബ്ര ജലാശയ് ആൻഡ് സിലിഷർ ലേക്ക് ഹാസ് ആഡഡ് ആസ് ദ ന്യൂ റാംസാർ സൈറ്റ്സ് അല്ലെ. റാംസാർ സൈറ്റ്സ് വീണ്ടും ഓരോ തവണ എന്താണ് പുതുതായിട്ട് റാംസാർ സൈറ്റ്സ് നമ്മളിങ്ങനെ ആഡ് ചെയ്തുകൊണ്ട് ഇരിക്കുക അല്ലേ. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഛത്തീസ്ഗഡിലാണ് കേട്ടോ. ഈ കോബ്ര ജലാശയം എവിടെയാണ്? അത് ഛത്തീസ്ഗഡിലെ അവിടുത്തെ ഫസ്റ്റ് റാംസാർ സൈറ്റ് കേട്ടോ. ഛത്തീസ്ഗഡിലെ ഫസ്റ്റ്, നമുക്ക് കൊപ്ര എന്നൊക്കെ വേണം വായിക്കാം അല്ലേ. ഓക്കെ, ഫസ്റ്റ് ഛത്തീസ്ഗഡിലെ ഫസ്റ്റ് റാംസാർ സൈറ്റ് ആണിത് ഈ ജലാശയം എന്ന് പറയുന്നത്. അതുപോലെ ഈ സിലിസറിലേക്ക്, ഓക്കെ, സിലിസറിലേക്ക് നോക്കിയാണെങ്കിൽ എന്തൊക്കെ അത് ഹ്യൂമൻ വേർഡ്. ഓക്കെ, ഫസ്റ്റ് ഒരു ഹ്യൂമൻ വേർഡ് ഫ്രഷ് വാട്ടർ ലേക്ക് കേട്ടോ. ഇറ്റ് ഇസ് എ ഹ്യൂമൻ മെയ്ഡ്. ഓക്കെ, ഇറ്റ് ഈസ് എ ഹ്യൂമൻ മെയ്ഡ് ഫ്രഷ് വാട്ടർ ലേക്ക് ആണ്. ഇറ്റ് ഇസ് എ ഹ്യൂമൻ മെയ്ഡ് ഫ്രഷ് വാട്ടർ ലേക്ക് ആണ്. എവിടെയാണ്? രാജസ്ഥാനിലാട്ടോ. രാജസ്ഥാൻ. ഓക്കെ, അത് നോട്ട് ചെയ്യുക. മേ ബി അതും ചോദിക്കാം. ഈ റാംസാർ സൈറ്റ് എവിടത്തെയാണെന്ന് ചോദിക്കുക. അതാണ് രാജസ്ഥാനാണ്. ഓക്കെ, ഹാസ് ആഡ് ആസ് ദ ന്യൂ റാംസാർ സൈറ്റ്സ് കേട്ടോ. പുതിയ 2 റാംസാർ സൈറ്റ്സ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ആ പേര് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കണം. ഈ 2 പേരിൽ നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ ഏത് സ്റ്റേറ്റ് ആണെന്ന് നിങ്ങൾ ജസ്റ്റ് എക്സ്ട്രാ പോയിന്റ് ആയിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഓക്കെ, നെക്സ്റ്റ് അടുത്താണ് വോക്സൽ ഗ്രിഡ്സ് ഡെവലപ്ഡ് ഇന്ത്യസ് ഫസ്റ്റ് ഫുള്ളി ഇൻഡിജിനസ് MRI സ്കാനർ. ഓക്കെ, നമ്മളെ ഫസ്റ്റ് അല്ലെ, നമ്മൾ എല്ലാ തവണ പറയാണ് ഇങ്ങനെ ഫസ്റ്റ് കാര്യങ്ങളൊക്കെ പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് അല്ലേ. ഓക്കെ, ഫസ്റ്റ് ഇന്ത്യയിലെ ഫസ്റ്റ് ഫുള്ളി ഇൻഡിജിനസ് MRI സ്കാനർ. ഓക്കെ, എവിടെ? മഹാരാഷ്ട്ര കേട്ടോ. എവിടെയാണ്? മഹാരാഷ്ട്രയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, വോക്സൽ ഗ്രിഡ്സ് ഡെവലപ്ഡ് എന്താണ്? ഇന്ത്യസ് ഫസ്റ്റ് ഫുള്ളി ഇൻഡിജിനസ് MRI സ്കാനർ. ഫുള്ളി ഇൻഡിജിനസ് ആയിട്ടുള്ള MRI സ്കാനർ വോക്സൽ ഗ്രിഡ്സ് ആണ്. ആരാണ് ഡെവലപ്പ് ചെയ്തത്? വോക്സൽ ഗ്രിഡ്സ് ആണ് ഡെവലപ്പ് ചെയ്ത്. എവിടെയാണ്? മഹാരാഷ്ട്രയിലാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അടുത്ത് ബ്ലൂബേർഡ് ബ്ലോക്ക് 2 സാറ്റലൈറ്റ് വാസ് ലോഞ്ച്ഡ് യൂസിംഗ് LV-M3 M6. എന്താണ് ഈ ബ്ലൂബേർഡ് ബ്ലോക്ക് 2 സാറ്റലൈറ്റ്? നോൺ എസ് ബാഹുബലി റോക്കറ്റ് എന്നൊക്കെ അറിയപ്പെടുന്ന റോക്കറ്റ് ആട്ടോ. ലോഞ്ച്ഡ് ബൈ ISR കേട്ടോ. ISR ആണിത് ഇത് ലോഞ്ച് ചെയ്യുന്നത് കേട്ടോ. ലോഞ്ച്ഡ് ബൈ ISR ആണിത് ഇത് ലോഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ചോദിക്കാം, ബാഹുബലി റോക്കറ്റ് എന്നറിയപ്പെടുന്ന റോക്കറ്റ് ഏതാണെന്ന് ചോദിക്കാം കേട്ടോ. ഏതാണ്? അത് ബ്ലൂബേർഡ് ബ്ലോക്ക് 2 ആണ് ആ സാറ്റലൈറ്റ് അല്ലെങ്കിൽ റോക്കറ്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് കേട്ടോ. ബാഹുബലി റോക്കറ്റ് എന്നറിയപ്പെടുന്നത്. അടുത്ത നെക്സ്റ്റ് ആണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് റീപ്ലേസ്ഡ് ബൈ ദ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ. ഓക്കെ, 2005 വന്ന ഒരു റൂറൽ എംപ്ലോയ്മെന്റ് ആക്ട് ആണിത്. 2005. ഓക്കെ, 2005 ഇംപ്ലിമെന്റ് ചെയ്ത 2005 വന്ന ഒരു ആക്ടാണിത് ഈ മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് എന്ന് പറയുന്നത്. അതാണ് അതിപ്പോൾ റീപ്ലേസ് ചെയ്യുന്നത്. എന്താണ് അതിന്റെ റീപ്ലേസ് പേരാണ് ദ വികസിത് ഭാരത് ഗ്യാരണ്ടി ഫോർ റോസ്ഗാർ ആൻഡ് ആജീവിക മിഷൻ ബിൽ 2025 എന്താണ് റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇത് നിങ്ങൾ എക്സ്ട്രാ പഠിച്ചു വെക്കുക. 2005 ഈ ഒരു കാര്യം വന്നത്, ഈ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് വന്നതെന്ന് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അടുത്ത് വേൾഡ്സ് ലാർജസ്റ്റ് ഓപ്പൺ എയർ തിയേറ്റർ ഫെസ്റ്റിവൽ ധനുയാത്ര ഹെൽഡ് ഇൻ ഒഡീഷ. ഓക്കെ, എവിടെയാണ് നടന്നത്? വേൾഡ്സ് ഫസ്റ്റ് ലാർജസ്റ്റ്, ഞാൻ വീണ്ടും പറഞ്ഞു വേൾഡ്സ് ലാർജസ്റ്റ് അല്ലേ. വേൾഡ്സ് ലാർജസ്റ്റ് ഓപ്പൺ എയർ തിയേറ്റർ ഫെസ്റ്റിവൽ. ഓക്കെ, ഓപ്പൺ എയർ തിയേറ്റർ ഫെസ്റ്റിവൽ എന്താണ് പേര്? ധനുയാത്ര എന്നാണത് അതിന്റെ പേര്. എവിടെ വെച്ച് നടന്നത്? ഓക്കെ, ഒഡീഷ വെച്ചാണത് ഇത് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഒഡീഷ വെച്ചാണ് ഇത് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ പറയുന്ന സ്റ്റോറി ഓഫ് കൃഷ്ണ. ഓക്കെ, സ്റ്റോറി ഓഫ് കൃഷ്ണന്റെ സ്റ്റോറിയാണത്. കൃഷ്ണന്റെയും കംസന്റെയും സ്റ്റോറിയാണത് ഇതിനകത്ത് മെയിനായിട്ട് ഇവർ പറയുന്നത് കേട്ടോ. ഓക്കെ, അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നെക്സ്റ്റ് ധ്രുവ് 64. നോക്കി, ഇന്ത്യസ് ഫസ്റ്റ് GHS
64-bit dual core indigenous microprocessor. Okay, India's first, okay, gigahertz ആണ്. India's first gigahertz 64-bit dual core indigenous microprocessor ആണത് ധ്രുവ 64 എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആണ് സർബാനന്ദ സോനോവാൾ അൺവീൽഡ് ഇന്ത്യസ് ഫസ്റ്റ് സീറോ എമിഷൻ ഇലക്ട്രിക് ടക്ക് പ്രൊജക്ട്. ഓക്കെ, എന്താണ് ടക്ക് എന്ന് പറയുന്നത്? ടക്ക് അതായത് എ സ്മോൾ പവർഫുൾ റോബോട്ട് ആണ്. ഓക്കെ, അതായത് a small powerful bot used to assist large ship, അതായത് ലാർജ് ഷിപ്പുകളെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സ്മോൾ പവർഫുൾ ബോട്ടാണിത് ഈ ടക്ക് എന്ന് പറയുന്നത്. അപ്പം സർബാനന്ദ സോനോവാൾ എന്താണ് ഇന്ത്യയിലെ ഫസ്റ്റ് സീറോ എമിഷൻ ഇലക്ട്രിക് ടക്ക് പ്രൊജക്ട് എന്താണ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. എന്താണ് ടു ഇൻഡക്ട് 50 ഓൾ ഇലക്ട്രിക് ഗ്രീൻ ടക്സ് ബൈ 2030. 2030 എന്താണ് ഒരു 50 ഇലക്ട്രിക് ടക്സിനെ എന്താണ് കൊണ്ടുവരാനുള്ള ഒരു പ്രൊജക്ട് എന്താണ് സർബാനന്ദ സോനോവാൾ മിനിസ്റ്റർ ഓഫ് ഷിപ്പിംഗ് ആൻഡ് ബോർഡേഴ്സിന്റെ അല്ലേ കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കാട്ടോ. ബൈ 2030 2030 കൂടിയാണ് ഇത് കൊണ്ടുവരുന്നത് കേട്ടോ. Next, Vaibhav Suryavanshi received the PM Rashtriya Bal Puraskar 2025. Okay, PM Rashtriya Bal Puraskar. അപ്പം എത്ര പേർക്ക് ടോട്ടൽ 20 അല്ലേ, മൊത്തം 20 പേർക്ക് എന്താണ് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏകദേശം 6 കാറ്റഗറിയിൽ. ഓക്കെ, 6 കാറ്റഗറീസിൽ ഏകദേശം 20 പേർക്കുണ്ടാണ്. 20 പേർക്ക് ഈ ഒരു PM രാഷ്ട്രീയ ബാൽ പുരസ്കാർ അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നെയിമാണിത് നമ്മുടെ വൈഭവ് സൂര്യവംശി എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ് അടുത്താണ് മാഗ്നസ് കാൾസൺ വോൺ ദ വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് 2025. ഓക്കെ, വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് 2025 ആരാണ് വോൺ ചെയ്ത്? മാഗ്നസ് കാൾസൺ ആണിത് വോൺ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇനി ഇതിന്റെ വുമൺസ്, ഓക്കെ, വുമൺസ് വോൺ ചെയ്തിരിക്കുന്നത് അലക്സാൻഡ്രയാണ്. വുമൺസ് അലക്സാൻഡ്രയാണിത് ഇതിന്റെ വുമൺസ് വോൺ ചെയ്തിരിക്കുന്നത്. ഇനി വുമൺസിലെ ബ്രോൺസ്, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് നോട്ട് ചെയ്ത് വെക്കുക. വുമൺസിലെ ബ്രോൺസ് നേടിയിരിക്കുന്നത് നമ്മുടെ കൊണേറു ഹംപിയാണ്. വുമൺസിലെ ബ്രോൺസ് കൊണേറു ഹംപി, ഇന്ത്യ. ഓക്കെ, വുമൺസിലെ ബ്രോൺസ് ആരാണ്? അത് കൊണേറു ഹംപിയാണിത് നേടിയിരിക്കുന്നത്. അപ്പോൾ അതും കൂടെ എന്താണ്, അതും കൂടെ ജസ്റ്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. മാഗ്നസ് കാൾസൺ ഓൾറെഡി നിങ്ങൾ പഠിക്കണം. അതിൻ്റെ കൂടെ എന്താണ് ഈ വുമൺസിൻ്റെയും ബ്രോൺസിൻ്റെ ആ ഒരു കാര്യം കൂടെ രണ്ടും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അടുത്താണ് സെയ്ദ് മുസ്താഖ് അലി ട്രോഫി. ഓക്കെ, സെയ്ദ് മുസ്താഖ് അലി ട്രോഫി ആരാണ് വോൺ ചെയ്തത്? ജാർഖണ്ഡ്. നോക്കിയേ, ജാർഖണ്ഡ് ഹാസ് വോൺ ദ സെയ്ദ് മുസ്താഖ് അലി ട്രോഫി കേട്ടോ. ഓക്കെ, ജാർഖണ്ഡ് ഹാസ് വോൺ ദ സെയ്ദ് മുസ്താഖ് അലി ട്രോഫി. അവരുടെ ഫസ്റ്റ് ടൈറ്റിൽ ആട്ടോ, അവരുടെ ആദ്യത്തെ ജാർഖണ്ഡിന്റെ ഫസ്റ്റ് ടൈറ്റിൽ ആട്ടോ. ജാർഖണ്ഡിന്റെ ഫസ്റ്റ് ടൈറ്റിലാണിത് ഈ സെയ്ദ് മുസ്താഖ് അലി ട്രോഫി എന്ന് പറയുന്നത്. ഇനി പ്ലെയർ ഓഫ് സീരീസ് ആണ്. പ്ലെയർ ഓഫ് സീരീസ് അനുകുൽ റോയ് ആട്ടോ. അനുകുൽ റോയ് ആണിത് ഇതിന്റെ പ്ലെയർ ഓഫ് സീരീസ്. അത് റണ്ണറപ്പ് ആരാണ്? റണ്ണറപ്പ് ഹരിയാന ആട്ടോ. റണ്ണറപ്പ് ആയത് ഹരിയാന. റണ്ണറപ്പ് ആയത് ഹരിയാനയാണ്. ഓക്കെ, ഹരിയാനയാണ് ഇതിന്റെ റണ്ണറപ്പായി മാറിയത്. അപ്പോൾ അതും കൂടെ എന്താണ് ജസ്റ്റ് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്താണ് ദീപാവലി ഹാസ് ബീൻ ആഡഡ് ടു യുനെസ്കോസ് ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റ്. ഓക്കെ, അതായത് ദീപാവലി നമ്മുടെ യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ലിസ്റ്റിലേക്ക് എന്താണ് ഒരു ഫെസ്റ്റിവൽ ആഡ് ചെയ്തിട്ടുള്ളതാണ് ദീപാവലി. എന്താണ് ദീപാവലി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ടോട്ടല് 16. ഓക്കെ, ടോട്ടല് 16 എന്താണ് ഈ ലിസ്റ്റിൽ എന്താണ് ഇന്ത്യയിൽ നിന്ന് 16 എന്താണ് ഇൻടാഞ്ചിബിൾ കൾച്ചർ ഹെറിറ്റേജ് കാര്യങ്ങളുണ്ട്. അപ്പോൾ 16 അപ്പം ദീപാവലി എന്താണ് ദീപാവലി റീസെൻ്റ് ആയിട്ട് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. യുനെസ്കോയുടെ ആണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്. യുനെസ്കോ എന്ന് പറയുമ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആട്ടോ. യുനെസ്കോ ഇൻടാഞ്ചിബിൾ കൾച്ചർ ഹെറിറ്റേജ് ലിസ്റ്റിലേക്ക് എന്താണ് ദീപാവലി ഫെസ്റ്റിവൽ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടുത്ത് വേൾഡ്സ് ഫസ്റ്റ് ITVISMA ജീൻ തെറാപ്പി അഡ്മിനിസ്ട്രേറ്റ് അറ്റ് അബുദാബി. ഓക്കെ, എന്താണ് അത്? ജീൻ തെറാപ്പിയാണ്. വൺ ടൈം ജീൻ റീപ്ലേസ്മെന്റ് തെറാപ്പി. ജീൻ റീപ്ലേസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു തെറാപ്പി. നോക്കിയേ, വേൾഡ്സ് ഫസ്റ്റ് അല്ലേ? വേൾഡ്സ് ഫസ്റ്റിലെ തന്നെ അതിന്റെ പേരാണിത്. ഈ പർട്ടിക്കുലർ ജീൻ തെറാപ്പിയുടെ
പേരാണെന്ത് ഇത്. ഓക്കെ, ITVISMA. ഓക്കെ, എന്താണ് വൺ ടൈം ജീൻ തെറാപ്പി റീപ്ലേസ്മെന്റ് എന്നാണ്. ഓക്കെ, അത് നോക്കി എവിടെയാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്? അബുദാബിയിൽ കേട്ടോ. അബുദാബിയിലാണ് ഇത് കൊണ്ടുവരിക്കുന്നത് കേട്ടോ. അബുദാബിയിലാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അടുത്ത് അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡ് ഗെറ്റ്സ് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് അണ്ടർ ദ ശാന്തി ബിൽ 2025. ഓക്കെ, ശാന്തി ബിൽ, ഇതിന്റെ എന്താണ് ശാന്തി ബില്ലിന്റെ പ്രൂഫ് നോക്കാം. ശാന്തി ബിൽ എന്ന് പറയുന്നത് നോക്കിയും സസ്റ്റൈനബിൾ ഹാർനസിംഗ് ആൻഡ് അഡ്വാൻസ്മെന്റ് ഓഫ് ന്യൂക്ലിയർ എനർജി ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. അതായത് 100 ന്യൂക്ലിയർ പ്രൊജക്ട്സ് എന്താണ് 2047 കൂടി. ഓക്കെ, ന്യൂക്ലിയർ പ്രൊജക്ട്സ് 2047 ഓക്കെ 2047 എത്തിക്കുക എന്നൊരു കാര്യമാണെന്ത് ഈ അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോഡിക്ക് അതിന്റെ ഭാഗമായിട്ടാണ് ഇവർക്ക് സ്റ്റാറ്റ്യൂട്ടറി സ്റ്റാറ്റസ് ലഭിച്ചിരിക്കുന്നത് കേട്ടോ. അണ്ടർ ദ ഏത് ബില്ലാണ്? അണ്ടർ ദ ശാന്തി ബിൽ. ശാന്തി ബില്ലിന്റെ അണ്ടറിലാണ് ഇത് ലഭിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്താണ് സ്പോർട്സിൽ ബന്ധപ്പെട്ട് ബെസ്റ്റ് ഫിഫ ഗോൾ കീപ്പർ. ഓക്കെ, ഫിഫ അവാർഡ്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. സ്പോർട്സിൽ നിന്നാണ് മെയിനായിട്ട് ചോദിക്കുന്നതാണ് ഈ ഫിഫ ഗോൾ കീപ്പർ. ഫിഫയുടെ എല്ലാ ടൈപ്പ് ഓഫ് അവാർഡ്സ് എന്നാണ് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം, കാരണം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ചോദ്യം കേട്ടോ. ഓക്കെ, അതായത് ഗോൾ കീപ്പർ മെൻസിൽ ആൾക്കാണ് ഡൊണർമയ്ക്കാണ് മെൻസ് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ ഫീമെയിൽസ് നോക്കി ഹന്ന ഹാംപ്ടൺ ആണ് ഫീമെയിൽസിൽ ഫിഫ ബെസ്റ്റ് ഗോൾ കീപ്പർ അവാർഡ് ലഭിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ മെയിൽസും ഫീമെയിൽ നോട്ട് ചെയ്ത് നോക്കാം. ഡൊണർമ ആൻഡ് ഹന്ന ഹാംപ്ടൺ ആണ് ഇവർ കണ്ടിരിക്കുന്നത് ഗോൾ കീപ്പർ അവാർഡ്സ് ഫിഫ 2025 കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആണ് India's first wildlife safe road was created on NH45. Okay, India's first, വീണ്ടും again India's first അല്ലേ, India's first wildlife safe road. India's first wildlife safe road was created on NH45. NH45 ആണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, പാസ് ത്രൂ വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ്. ഇതൊക്കെയാണ് പാസ് ത്രൂ വീരാംഗന. എവിടെയാണ് ചോദിക്കുക കേട്ടോ. പാസ് ത്രൂ വീരാംഗന ദുർഗാവതി ടൈഗർ റിസർവ് ആണ് ഇത് പാസ് ചെയ്ത് പോകുന്നത് കേട്ടോ. നെക്സ്റ്റ് അടുത്താണ് ഗ്യാൻ ഭാരതം. ഗ്യാൻ ഭാരതം ഈസ് എ ഫ്ലാഗ്ഷിപ്പ് ഇനിഷ്യേറ്റീവ് ഓഫ് മിനിസ്ട്രി ഓഫ് കൾച്ചർ. അപ്പോൾ ഈ ഗ്യാൻ ഭാരതം ആരാണ് കൊണ്ടുവന്ന് ചോദിക്കാം. ഓക്കെ, ആരാണ് കൊണ്ടുവന്നത്? അത് മിനിസ്ട്രി ഓഫ് കൾച്ചർ ആണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അതായത് മാനുസ്ക്രിപ്റ്റ് ഒക്കെ ഡിജിറ്റൈസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംഭവം കേട്ടോ. അതായത് സർവേ ചെയ്യാനും survey and digitize manuscript heritages. Okay, survey and digitize manuscript heritages ആണ് ഗ്യാൻ ഭാരതം എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത് പരം രുദ്ര is the name of Bihar's first super computer. Again first അല്ലേ, Bihar's first super computer inaugurated at IIT Patna. Okay, Param Rudra is the name of Bihar's first super computer inaugurated at IIT Patna. IIT Patna എന്താണ് കൊണ്ടുവന്ന ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ ആണിത്. അതിന്റെ പേരാണിത് പരം രുദ്ര എന്ന് പറയുന്നത് കേട്ടോ. പരം രുദ്ര. അടുത്താണ് മൈത്രി 2. ഓക്കെ, മൈത്രി 2 ഈസ് ദ നെയിം ഓഫ് ഇന്ത്യസ് പ്രപ്പോസ്ഡ് ന്യൂ അന്റാർട്ടിക് റിസർച്ച് സ്റ്റേഷൻ ടു ബി കംപ്ലീറ്റഡ് ബൈ 2032. നമ്മുടെ അന്റാർട്ടിക്കയിലേക്ക് നമ്മുടെ ഇന്ത്യയുടെ നോക്കിയേ ഇന്ത്യയുടെ പ്രപ്പോസ് ചെയ്ത പുതിയ റിസർച്ച് സ്റ്റേഷൻ ആണിത് മൈത്രി 2 എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഓൾറെഡി ഉണ്ട്. എൻ്റെ കൂടെ എന്താണ് മൈത്രി 2 ആണത്. ഏത് വർഷത്തേക്ക് വരാം? ഇത് 2032 കൂടി എന്താണ് ഇത് ലോഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് എന്താണ് അന്റാർട്ടിക്കയിൽ ഇത് റിസർച്ച് സ്റ്റേഷൻ നമ്മൾ ബിൽഡ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പേരാണെന്ത്? അതിന്റെ പേരാണ് മൈത്രി 2 എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യാം കേട്ടോ. അഗൈൻ ബെസ്റ്റ് ഫിഫ പ്ലെയർ, നമ്മൾ ഗോൾ കീപ്പർ പറഞ്ഞു, അതിൻ്റെ കൂടെ എന്താണ് ബെസ്റ്റ് ഫിഫ പ്ലെയർ കൂടെ നോക്കാം. നോക്കി ഓസ്മാൻ ഡെംബലെ. ഓക്കെ, ഓസ്മാൻ ഡെംബലെ. അതുപോലെ ഐറ്റന ബോൺമാറ്റി. 2025 ബെസ്റ്റ് ഫിഫ പ്ലെയേഴ്സ് ആരൊക്കെയാണെന്ന് വെച്ചാൽ മെൻ കാറ്റഗറി ആരാണ്? അത് ഓസ്മാൻ ഡെംബൽ ആൻഡ് ഐറ്റന ബോൺമാറ്റി. ഇവർ രണ്ടുപേരാണ് നമ്മുടെ മെയിൽ ആൻഡ് ഫീമെയിൽ കാറ്റഗറിയിൽ ഫിഫ ബെസ്റ്റ് പ്ലെയേഴ്സ് ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പോൾ ഗോൾ കീപ്പേഴ്സും പഠിച്ചു, അതുപോലെ ബെസ്റ്റ് പ്ലെയേഴ്സും പഠിച്ചു, രണ്ടും പഠിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്ത് ബെൽജിയം വോൺ ദ ചാമ്പ്യൻഷിപ്പ് ഹെൽഡ് ഇൻ മലേഷ്യ. ഓക്കെ, നോക്കി ഏതാണ്? സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് ആട്ടോ. സുൽത്താൻ അഗൈൻ ഒരു സ്പോർട്സ് ആണ്. സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് ആരാണ്? അത് ബെൽജിയം ആണ് പോണിച്ചിരിക്കുന്നത്. ബെൽജിയത്തിന്റെ ഫസ്റ്റ് കപ്പ് ആട്ടോ. ബെൽജിയത്തിന്റെ ഫസ്റ്റ് കപ്പാണിത് നമ്മുടെ സുൽത്താൻ അസ്ലാൻ ഷാ കപ്പ് എന്ന് പറയുന്നത് കേട്ടോ. ഇന്ത്യനെ ബീറ്റ് കൊണ്ടാണിത് ബെൽജിയം ഇവരുടെ ഫസ്റ്റ് ടൈറ്റില്, ഇവരുടെ ഫസ്റ്റ്. ഓക്കെ, ഇന്ത്യനെ ബീറ്റ് കൊണ്ടാണിത് ഇവരുടെ ഫസ്റ്റ് ടൈറ്റിൽ എന്താണ് ഇവരുടെ നേടിയിരിക്കുന്നത്. അവിടെ റണ്ണറപ്പ് ഇന്ത്യ കേട്ടോ. അതുകൊണ്ട് നോട്ട് ചെയ്ത് നോക്കുക, റണ്ണറപ്പ് ഇന്ത്യ. ഇനി എവിടെ ഹോസ്റ്റ് ചെയ്ത് മലേഷ്യയിലാണ് ഇത് ഹോസ്റ്റ് ചെയ്ത്. അപ്പോൾ അതും കൂടെ എന്താണ്, അതും കൂടെ ഇതിന്റെ കൂടെ ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. മലേഷ്യയിലാണ് ഇത് നടന്നതെന്ന് ഒന്ന് ജസ്റ്റ് പഠിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, അഗെയിൻ ഇൻഡെക്സുകൾ അല്ലേ, അടുത്ത ഇൻഡെക്സിലാണ് റെയർ എർത്ത് റിസർവ് റാങ്ക്. ഓക്കെ, റെയർ എർത്ത് റിസർവ് റാങ്കിൽ
ഫസ്റ്റ് സെക്കൻഡ് തേർഡ്, കാരണം ഇന്ത്യയുടെ റാങ്ക് തേർഡ് ആണ്. അപ്പോൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് മൂന്നും പഠിച്ചു നോക്കാൻ നോക്കുകയാണ്. ഫസ്റ്റ് ചൈനയാണ്, സെക്കൻഡ് ഏതാണ്, സെക്കൻഡ് ബ്രസീലാണ്, തേർഡ് റാങ്ക് ആണ് ഇന്ത്യക്ക് കേട്ടോ, തേർഡ് റാങ്ക് ആണ് ഇന്ത്യക്ക് ഉള്ളത് കേട്ടോ. ഓക്കെ, എർത്ത് റിസർവ് ഫസ്റ്റ് ആർക്കാണ്, ഫസ്റ്റ് ഏറ്റവും കൂടുതൽ റെയർ ആയിട്ടുള്ള എർത്ത് റിസർവ്സ് ഉള്ള രാജ്യങ്ങളുടെ പട്ടികയാണ്. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ എന്താണ്, ഏറ്റവും കൂടുതൽ ചൈനയിലാണ്, സെക്കൻഡ് ബ്രസീലാണ്, തേർഡാണ് ഇന്ത്യയിൽ വരുന്നത് കേട്ടോ. ഇത് നോക്കി അടുത്താണ് ഗ്ലോബൽ AI വൈബ്രൻസി ഇൻഡെക്സ് 2025. ഓക്കെ, ഗ്ലോബൽ AI വൈബ്രൻസി ഇൻഡെക്സ് 2025. അവിടെ നോക്കി, അവിടെയും ഇന്ത്യ റാങ്ക് തേർഡാണ്. ടോപ്പ് ആരാണ്, ടോപ്പ് USA ആട്ടോ, ടോപ്പ് വന്നിരിക്കുന്നത് USA ആണ്. ഇന്ത്യ റാങ്ക് എത്രയാണ്, ഇന്ത്യ റാങ്ക് തേർഡ് ആണ്. വേണേൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പഠിക്കാൻ നോക്കി, ഫസ്റ്റ് USA, സെക്കൻഡ് ചൈന, തേർഡ് ഇന്ത്യ, ഇങ്ങനെയാണ് എൻ്റെ റാങ്കിങ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് പഠിക്കാം. ഇപ്പോൾ നമ്മൾ 4 റാങ്ക് മൊത്തം പഠിച്ചു അല്ലേ, ഇന്ത്യയുടെ റാങ്ക് 2 ഇതിനകത്ത് തന്നെ പഠിച്ചു, പിന്നെ തൊട്ട് മുമ്പ് 2 റാങ്ക് കൂടെ പഠിച്ചായിരുന്നു, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നെക്സ്റ്റ്, സുപ്രിയ സാഹു won the UNEP Champions of the Earth Award. ഓക്കെ, സുപ്രിയ സാഹു, ഓക്കെ സുപ്രിയ സാഹു ഒരു അവാർഡ്സ് അല്ലേ. എന്താണ് UNEP-യുടെ ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് അവാർഡ് ആർക്ക് ലഭിച്ചത്? അത് സുപ്രിയ സാഹുവിനാണ് ഈ അവാർഡ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്ത് കേട്ടോ. ചീഫ് സെക്രട്ടറി ഓഫ് തമിഴ്നാട് ആട്ടോ, ചീഫ് സെക്രട്ടറി ഓഫ് തമിഴ്നാട് ആണത് ഈ സുപ്രിയ സാഹു എന്ന് പറയുന്നത് കേട്ടോ. ഇനി അടുത്ത് ശിഖർ ധവാന്റെ ബുക്കാണ് The One Cricket, My Life and More എന്ന് പറയുന്നത് കേട്ടോ. ശിഖർ ധവാൻ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്രിക്കറ്റ് ഇന്ത്യൻ ക്രിക്കറ്റർ ആയിരുന്നു. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ബുക്കാണ് The One Cricket, My Life and More എന്ന് പറയുന്നത്. ചോദിക്കാൻ നല്ല ചാൻസ് ഉള്ള, ഹൈ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഓക്കെ, അടുത്താണ് ഭാരതീയ ഭാഷാ ഉത്സവ് 2025. നോക്കി അഗെയിൻ, ഭാരതീയ ഭാഷാ ഉത്സവ് 2025 എവിടെ നടക്കുന്നത്? മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഓർഗനൈസ്ഡ് ഇറ്റ് ഇൻ ന്യൂഡൽഹി. എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഏത് മിനിസ്ട്രി ആണെന്ന് ചോദിക്കാം. ഏത് മിനിസ്ട്രിയാണ്? മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഇത് ലോഞ്ച് ചെയ്യുന്നത്. എവിടെ വെച്ചാണ്? ന്യൂഡൽഹി വെച്ചാണ് ഇത് ലോഞ്ച് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന്റെ തീം നോക്കിയ തീം. ഓക്കെ, തീം എന്താ? തീം മെനി ലാംഗ്വേജസ് വൺ ഇമോഷൻ. എന്താണ്? മെനി ലാംഗ്വേജസ് വൺ ഇമോഷൻ എന്നാണ് ഈ ഒരു ഭാരതീയ ഭാഷാ ഉത്സവത്തിന്റെ തീം എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ എന്താണ്? അതും കൂടെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്താണ് അളനന്ദ. ഓക്കെ, സ്പൈറൽ ഗാലക്സി ഡിസ്കവർഡ് ബൈ ഇന്ത്യൻ ആസ്ട്രോണമർ ബൈ റാഷി ജെയിൻ ആൻഡ് യോഗേഷ് വദാദേക്കർ. നോക്കി, നമ്മൾ പുതുതായിട്ട് കണ്ടുപിടിച്ച ഒരു സ്പൈറൽ ഗാലക്സി ആട്ടോ. ഓക്കെ, പുതുതായിട്ട് കണ്ടുപിടിച്ച ഒരു സ്പൈറൽ ഗാലക്സി ആണ് നോക്കി, അളനന്ദ അല്ലേ, അളനന്ദ. ഇതാണ് സ്പൈറൽ ഗാലക്സി. ആരാണ് ഡിസ്കവർഡ് ബൈ റാഷി ജെയിൻ ആൻഡ് യോഗേഷ് വദാദേക്കറാണ് ഇത് ഡിസ്കവർ ചെയ്തിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ്, ഇന്ത്യസ് ഫസ്റ്റ് പ്രൈവറ്റ് സെക്ടർ നാവിഗേഷൻ ഇന്നോവേഷൻ ഹബ് ലൊക്കേറ്റഡ് ഇൻ തിരുവനന്തപുരം. നമ്മുടെ സ്വന്തം തിരുവനന്തപുരത്താണ് ഇന്ത്യയിലെ ഫസ്റ്റ് പ്രൈവറ്റ് സെക്ടർ നാവിഗേഷൻ ഇന്നോവേഷൻ ഹബ്ബ് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്താണ് 60th ഓൾ ഇന്ത്യ കോൺഫറൻസ് ഓഫ് ഡയറക്ടേഴ്സ് ജനറൽ ആൻഡ് ഇൻസ്പെക്ടേഴ്സ് ജനറൽ ഓഫ് പോലീസ് ഹെൽഡ് അറ്റ് റായ്പൂർ. ഓക്കെ, റായ്പൂരിൽ വെച്ച് ഇത് കണ്ടക്ട് ചെയ്തു കേട്ടോ. ഇതിന്റെ തീം ചോദിക്കാറുണ്ടോ? ഇതിന്റെ തീം നോട്ട് ചെയ്യാം. തീം വികസിത് ഭാരത് സെക്യൂരിറ്റി, വികസിത് ഭാരത് സെക്യൂരിറ്റി ഡയമെൻഷൻസ്. ഓക്കെ, സെക്യൂരിറ്റി ഡയമെൻഷൻസ് ഇതാട്ടോ ഇതിന്റെ തീം എന്ന് പറയുന്നത്. ഇനി അടുത്താണ് ഇന്ത്യൻ റെയിൽവേസ് പാർട്ട്നേർഡ് വിത്ത് IIT ഗുവാഹട്ടി ഫോർ AI ബേസ്ഡ് മോണിറ്ററിംഗ് സിസ്റ്റം ദൃഷ്ടി. നോക്കി, ദൃഷ്ടി എന്താണ്? ഇന്ത്യൻ റെയിൽവേസ് ആരായിട്ടാണ്? IIT ഗുവാഹട്ടി ആയിട്ട് പാർട്ട്ണർ ഫോർ AI ബേസ്ഡ് മോണിറ്ററിംഗ് സിസ്റ്റം ദൃഷ്ടി. അപ്പോൾ ചോദിക്കാം, AI ബേസ്ഡ് ആയിട്ടുള്ള പുതിയ ഇന്ത്യൻ റെയിൽവേസിന്റെ മോണിറ്ററിംഗ് സിസ്റ്റത്തിന്റെ പേര് എന്താണ്? അതിന്റെ പേരാണ് ദൃഷ്ടി എന്ന് പറയുന്നത് കേട്ടോ. ദൃഷ്ടി ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് പഠിക്കുക. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, കാരണം ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ എന്താണ് എപ്പോഴും ചോദിച്ച് കാണുന്ന കേട്ടോ. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ആണ് രാംവി സുധാർ. ഓക്കെ, നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. കാരണം രാംവി സുധാറിനെ പറ്റി നമ്മൾ ഒരുപാട് ടോപ്പിക്സ് പഠിച്ചിട്ടുണ്ട്. കാരണം സ്റ്റാച്യു ഓഫ് യൂണിറ്റി, സ്റ്റാച്യു ഓഫ് പ്രോസ്പെറിറ്റി ഒക്കെ ഓൾറെഡി ബിൽഡ് ചെയ്ത ആളാണിത് രാംവി സുധാർ എന്ന് പറയുന്നത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ 100ാമത്തെ വയസ്സിൽ അദ്ദേഹം മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ പാസ്റ്റ് അവേ അറ്റ് ഏജ് ഓഫ് 100. ഓക്കെ, റീസെൻ്റ് ആയിട്ടാണ്. അപ്പോൾ ചോദിക്കാറുണ്ട് കേട്ടോ, ഇതുപോലെ ഫേമസ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഒക്കെ പാസ്റ്റ് അവേ ആകുമ്പോഴേക്കും അവർ ഏത് ഫീൽഡായിട്ടാണ് ബന്ധപ്പെട്ട് നിൽക്കുന്നത് ചോദിക്കാറുണ്ട്. അതുപോലെ അവർ എന്തൊക്കെ കോൺട്രിബ്യൂഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത്, അതുപോലെ അവർക്ക് കിട്ടിയ അവാർഡ്സ് കാര്യങ്ങളൊക്കെ SS എക്സാംസിൽ മിക്കപ്പോഴും കാണുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോട്ട് ചെയ്യാൻ നോക്കി. He is the designer of
സ്റ്റാച്യു ഓഫ് യൂണിറ്റി അതുപോലെ സ്റ്റാച്യു ഓഫ് പ്രോസ്പെറിറ്റി. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെയും സ്റ്റാച്യു ഓഫ് പ്രോസ്പെറിറ്റിയുടെയും രണ്ടിൻ്റെയും ബിൽഡറാണ് അല്ലെങ്കിൽ ഡിസൈനാണിത് റാം വി സുധാർ എന്ന് പറയുന്നത്. 1999 പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ 2014 അദ്ദേഹത്തിന് പത്മഭൂഷൺ കൊടുത്ത് അദ്ദേഹത്തിനെ ആദരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും ഈ വർഷം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് നോട്ട് ചെയ്ത് നോക്കണം. കാരണം വർഷമാണ് കുറച്ചും കൂടെ ചോദിക്കാനുള്ള ചാൻസ് കൂടുതൽ കേട്ടോ. റീസെൻ്റ് ആയിട്ട് കണ്ട എക്സാംസിലൊക്കെ ചോദിക്കുന്നത് ഏത് അവാർഡ് കിട്ടിയ വർഷം എന്നൊക്കെ പറഞ്ഞ ചോദ്യങ്ങളാണ് ചോദിക്കാറുള്ളത്. അപ്പോൾ 1999 2014 രണ്ട് അവാർഡ്സ് ലഭിച്ചിട്ടുണ്ട്. 1999 പത്മശ്രീയും 2014 പത്മഭൂഷണും ലഭിച്ചിട്ടുണ്ടെന്ന് പഠിച്ചു നോക്കാം കേട്ടോ. അടുത്താണ് ഗുജറാത്ത് സ്റ്റേറ്റ് ഹാസ് ബിക്കം ഇന്ത്യസ് ടോപ്പ് സ്റ്റേറ്റ് ഇൻ റൂഫ് ടോപ്പ് സോളാർ പവർ കപ്പാസിറ്റി. അതായത് നമ്മുടെ സ്റ്റേറ്റിൽ റൂഫ് ടോപ്പിൽ സോളാർ വെച്ചെന്താണ് ഏറ്റവും കൂടുതൽ കപ്പാസിറ്റി ഇലക്ട്രിസിറ്റി ബിൽഡ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതിനകത്ത് നിലവിൽ ഏറ്റവും കൂടുതൽ റൂഫ് ടോപ്പ് സോളാർ പവർ ജനറേറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണെന്ന് വെച്ചാൽ അത് ഗുജറാത്ത് ആട്ടോ. ഗുജറാത്ത് ഗുജറാത്ത് സ്റ്റേറ്റ് ആണ് നിലവിൽ റൂഫ് ടോപ്പ് സോളാർ പവർ കപ്പാസിറ്റിയിൽ ഇന്ത്യയിൽ ടോപ്പ് ആയിട്ടുള്ള മാറിയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് അടുത്താണ് സമുദ്ര പ്രതാപ്. നോക്കി ഫസ്റ്റ് എഗെയിൻ നമ്മൾ എപ്പോഴും പറഞ്ഞാൽ അല്ലേ, ഫസ്റ്റ് ലാർജസ്റ്റ് ഹയസ്റ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഇൻഡിജീനിയസ്ലി ബിൽറ്റ് പൊല്യൂഷൻ കൺട്രോൾ വെസൽ. അപ്പോൾ ചോദിക്കാം ഇന്ത്യയിലെ ആദ്യത്തെ ഇൻഡിജീനിയസ്ലി ബിൽറ്റ് പൊല്യൂഷൻ കൺട്രോൾ വെസൽ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ പേരാണ് സമുദ്ര പ്രതാപ് എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഇത് ആരാണ് ബിൽഡ് ചെയ്തത്? അതവിടെ ഗോവ ഷിപ്പ്യാർഡാണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ബിൽഡ് ബൈ ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ്. മേ ബി സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ചോദ്യങ്ങളൊക്കെ വരുന്നെങ്കിൽ ഇതും ചോദിക്കാം കേട്ടോ. ബിൽഡ് ബൈ ഗോവ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് ആണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചോദിക്കാം. നെക്സ്റ്റ് അടുത്താണ് ഗൂഗിൾ അൺവീൽഡ് പ്രൊജക്ട് സൺ ക്യാച്ചർ. സൺ ക്യാച്ചർ പേജുണ്ടല്ലേ, സൺ ക്യാച്ചർ എന്താണ്? അപ്പോൾ എന്തായിരിക്കും? ടു ഡെവലപ്പ് സോളാർ പവേർഡ് ഡേറ്റാ സെന്റേഴ്സ് ഇൻ സ്പേസിൽ. എന്താണ് സോളാർ പവർ ചെയ്യുന്ന ഡേറ്റാ സെന്റേഴ്സ് എവിടെ സ്പേസ് എന്താണ് സ്പേസിൽ ബിൽഡ് ചെയ്യാനുള്ള പുതിയ ഗൂഗിളിന്റെ പ്രൊജക്റ്റാണിത് സൺ ക്യാച്ചർ എന്ന് പറയുന്നത് കേട്ടോ. ചോദിക്കാം ഗൂഗിളൊക്കെ തുടങ്ങുന്ന പ്രൊജക്റ്റുകളാണ്. അപ്പോൾ ചോദിക്കാം ആരാണ് ഏത് ഓർഗനൈസേഷനാണ് ഇങ്ങനെ സൺ ക്യാച്ചർ എന്നൊരു കാര്യം ഡെവലപ്പ് ചെയ്യുന്നത്? അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ആരാണ്? ഗൂഗിൾ ആണെന്ന് ഈ പ്രൊജക്റ്റ് കൊണ്ടുവരുന്നത്. എന്തിനു വേണ്ടിയാണ്? ഡേറ്റാ സെന്റേഴ്സ് ബിൽഡ് ചെയ്യാൻ. എവിടെ? സ്പേസിൽ എന്താണ് സോളാർ പവേർഡ് ആയിട്ടുള്ള ഡേറ്റാ സെന്റേഴ്സ് ബിൽഡ് ചെയ്യാനുള്ള പ്രൊജക്റ്റാണിത് സൺ ക്യാച്ചർ എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് അഗെയിൻ സ്പോർട്സിന്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്പേഴ്സ് ആണ്. 87th സീനിയർ നാഷണൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ്. 87ാമത്തെ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പാണ്. മെൻസും വുമൻസും ഉണ്ട്. രണ്ട് കാറ്റഗറി നമുക്ക് പഠിക്കണം, കാരണം രണ്ടും ചോദിക്കാം. വുമൻസ് കാറ്റഗറി ആദ്യം നോക്കാം. വുമൻസ് കാറ്റഗറിയിൽ സൂര്യ ചരിഷ്മ തമിരിക്കാണ് വുമൻസ് കാറ്റഗറിയിൽ 87th സീനിയർ നാഷണൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ലഭിച്ചിരിക്കുന്നത്. അതുപോലെ മെൻസ് കാറ്റഗറി ആരാന്ന് വെച്ചാൽ അത് ഋത്വിക് സഞ്ജീവി എസിനാണ് നമ്മുടെ മെൻസ് കാറ്റഗറിയിൽ ഈ നാഷണൽ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വോൺ ചെയ്തിരിക്കുന്നത്. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടും നോട്ട് ചെയ്ത് പഠിക്കുക, കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക. കാരണം ചോദിക്കാറുണ്ട് കേട്ടോ. കാരണം സ്പോർട്സ് പ്രത്യേകിച്ച് ബാഡ്മിൻ്റനായിട്ട് ബന്ധപ്പെട്ട ചാമ്പ്യൻഷിപ്പ് കാര്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് ചോദിച്ച് കാണുന്നതാണ്. അതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ടും പഠിച്ചു നോക്കുക കേട്ടോ. നെക്സ്റ്റ് ആണ് വേൾഡ്സ് ലോങ്സ്റ്റ് എക്സ്പ്രസ് വേ ടണൽ ഓപ്പൺ ബൈ ചൈന. ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. വേൾഡിലെ തന്നെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള എക്സ്പ്രസ് വേ ടണൽ ഏത് രാജ്യമാണ് കൊണ്ടുവരുന്നത്? ചൈനയാണിത് വേൾഡിലെ തന്നെ വേൾഡ്സ് ലോങ്സ്റ്റ് എക്സ്പ്രസ് വേ ടണൽ ഓപ്പൺ ബൈ ചൈനയാണിത് ഇത് തുടങ്ങുന്നത് കേട്ടോ. ചൈനയാണ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. മസ്റ്റായിട്ടും നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ, Indira Gandhi International Airport become the first in India to achieve water positive status. ഇന്ത്യയിലെ ആദ്യത്തെ ഫസ്റ്റ് ഇൻ ഇന്ത്യ ടു ബിക്കം ടു അച്ചീവ് എന്താണ് അച്ചീവ് ചെയ്തിരിക്കുന്നത്? വാട്ടർ പോസിറ്റീവ് സ്റ്റാറ്റസ് ലഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ എയർപോർട്ടാണ് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട് എന്ന് പറയുന്നത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അതായത് റീസ്റ്റോറിങ് മോർ വാട്ടർ ദാൻ കൺസ്യൂംഡ്, അതായത് സാധാരണ കൺസ്യൂം ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വാട്ടർ റീസ്റ്റോർ ചെയ്യുക എന്ന സംഭവമാണിത് ഈ വാട്ടർ പോസിറ്റീവ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് ആണ് നോക്കുന്നത്. അതായത് റീസ്റ്റോറിങ് മോർ വാട്ടർ ദാൻ കൺസ്യൂംഡ്. അതാണെന്ത് ഈ ഒരു വാട്ടർ പോസിറ്റീവ് സ്റ്റാറ്റസ് കൊടുക്കാനുള്ള ഒരു മാനദണ്ഡം എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് അടുത്താണ് മിയാന റെയിൽവേ സ്റ്റേഷൻ വോൺ ദ നാഷണൽ എനർജി കൺസർവേഷൻ അവാർഡ് 2025. 2025 നാഷണൽ എനർജി കൺസർവേഷൻ അവാർഡ് ലഭിച്ചത് ഏത് റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് ചോദിക്കാം. ഏതാണ് അത്? മിയാന റെയിൽവേ സ്റ്റേഷൻ ആണെന്ന് ഈ ഒരു നാഷണൽ എനർജി അവാർഡ് ലഭിച്ചിരിക്കുന്നത് കേട്ടോ. മിയാന റെയിൽവേ സ്റ്റേഷൻ. അതുപോലെ നെക്സ്റ്റ് ആണ് മേഘാലയ സ്റ്റേറ്റ് ഹോസ്റ്റഡ് ദ ഫസ്റ്റ് റീജിയണൽ AI ഇമ്പാക്ട് കോൺഫറൻസ്. അഗെയിൻ നോക്കി നമ്മൾ പറയാറുണ്ട്
ഫസ്റ്റ് ആദ്യത്തെ AI ഇമ്പാക്ട് കോൺഫറൻസ് എവിടെയാണ് കണ്ടക്ട് ചെയ്തത്? ഏത് സ്റ്റേറ്റിലാണ് കണ്ടക്ട് ചെയ്തത്? അത് കണ്ടക്ട് സ്റ്റേറ്റാണിത് മേഘാലയാണിത് ആദ്യത്തെ AI ഇമ്പാക്ട് കോൺഫറൻസ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. വെരി 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 ഇമ്പോർട്ടൻറ്റ്, മസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് പഠിക്കുക, ചോദിക്കാൻ നല്ല ചാൻസ്. കാരണം AI ആയിട്ടുള്ള കോൺഫറൻസ് കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നൊരു കാലഘട്ടമാണ്, അതുകൊണ്ട് ചോദിക്കാം കേട്ടോ. അടുത്ത RBI റെപ്പോ റേറ്റ് 5.25%. ഈ 2025 RBI റെപ്പോ റേറ്റ്. എന്താണ് റെപ്പോ റേറ്റ്? അതായത് RBI എന്താണ് കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് അങ്ങോട്ട് കടം കൊടുക്കുന്നതിനാണ് നമ്മൾ റെപ്പോ റേറ്റ് എന്ന് പറയുന്നത്. തിരിച്ചാണെങ്കിൽ ഇതാണ് റിവേഴ്സ് റെപ്പോ റേറ്റ് എന്നും നമ്മൾ പറയാറുണ്ട് കേട്ടോ. അപ്പോൾ നിലവിൽ എന്താണ് 2025 RBIയുടെ റെപ്പോ റേറ്റ് എത്രയാണെന്ന് വെച്ചാൽ അത് 5.25 ആണ്. ഇനി റിവേഴ്സ് റെപ്പോ റേറ്റ് എത്രയാണെന്ന് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. റിവേഴ്സ് റെപ്പോ റേറ്റ് വേണമെങ്കിൽ അതുകൊണ്ട് നോട്ട് ചെയ്ത് വെക്കാം. റിവേഴ്സ് റെപ്പോ റേറ്റ് റിവേഴ്സ് റെപ്പോ റേറ്റ് 3.25% കേട്ടോ. അത്രയാണ് 3.25% ആണ് ഇത് റിവേഴ്സ് റെപ്പോ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് ഒരു അവാർഡാണ്. അനു ഗാർഗ് ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ഒഡീഷാസ് ഫസ്റ്റ് വുമൺ ചീഫ് സെക്രട്ടറി. ഒഡീഷയിലെ ഫസ്റ്റ് വുമൺ ചീഫ് സെക്രട്ടറി ആയിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തു? അനു ഗാർഗിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ഒഡീഷാസ് ഫസ്റ്റ് വുമൺ ചീഫ് സെക്രട്ടറി. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് വുമൺ ചീഫ് സെക്രട്ടറി ഒഡീഷയുടെ ഫസ്റ്റ് വുമൺ ചീഫ് സെക്രട്ടറി ആരാണ്? അനു ഗാർഗ് കേട്ടോ. അനു ഗാർഗ്. അടുത്ത മുംബൈ സിറ്റി റാങ്ക്ഡ് 5th ഇൻ ഗ്ലോബൽ ഫുഡ് സിറ്റി റാങ്കിങ്സ്. ഓക്കെ, ഗ്ലോബൽ ഫുഡ് സിറ്റി റാങ്കിങ്സിൽ മുംബൈ സിറ്റി ഉണ്ട്. മുംബൈ സിറ്റി 5th റാങ്ക് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. മുംബൈ സിറ്റിക്കാണ് 5ാമത്തെ റാങ്ക് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. അതായത് ഗ്ലോബൽ ഫുഡ് സിറ്റി റാങ്കിങ്സിൽ ഇന്ത്യയിലെ ടോപ്പ് ആയിട്ടുള്ള ആരാന്ന് വെച്ചാൽ അത് മുംബൈ ആണ്. ഇനി ഗ്ലോബൽ എത്രയാണ്? ഗ്ലോബലി 5th റാങ്കാണ് മുംബൈക്ക് ലഭിച്ചിരിക്കുന്നത് കേട്ടോ. ഗ്ലോബലി 5th റാങ്ക്. അപ്പോൾ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആണേ. അടുത്താണ് മെൻസ് വേൾഡ് അത്ലറ്റിക്സ് അവാർഡ് 2025. ഓക്കെ, വേൾഡ് അത്ലറ്റിക്സ് അവാർഡ് ആണ്. ഓക്കെ, മെൻസ് വേൾഡ് അത്ലറ്റിക്സ് അവാർഡ്സ് ആർക്കാ ലഭിച്ചത്? അർമാൻ ഡുപ്ലാന്റിസ്. ഓക്കെ, അർമാൻ ഡുപ്ലാന്റിസ് ആണ് മെൻസ് വേൾഡ്സ് അത്ലറ്റിക് അവാർഡ്സ് ലഭിച്ചത്. ഇമ്പോർട്ടൻ്റ് ആണ്, മസ്റ്റ് ആയിട്ട് നോട്ട് ചെയ്യുക. മെൻസ് മാത്രമല്ല, നമുക്ക് വുമൺസും പഠിക്കാനുണ്ട്. ഓക്കെ, വുമൺസ് നോക്കാം. വുമൺസ് വേൾഡ് അത്ലറ്റിക് അവാർഡ്സ് ആർക്കാ ലഭിച്ചത്? അത് സിഡ്നി മാക്ലോഗിൻ ലെവ്റോണിക് ആണെന്ത് നമ്മുടെ വുമൺസ് വേൾഡ് അത്ലറ്റിക്സ് അവാർഡ്സ് 2025 ലഭിച്ചിട്ട് 2 അവാർഡ് സെയിം കാറ്റഗറിയാണ്. സെയിം കാറ്റഗറിയിൽ മെൻസും അതുപോലെ വുമൺസും രണ്ടും നോട്ട് ചെയ്ത് പഠിക്കുക. കാരണം 2 ചോദിക്കാം. അത്ലറ്റിക് അവാർഡ്സ് ആണ്, അതുകൊണ്ട് ഈ പേരുകൾ നോട്ട് വെക്കാൻ. കാരണം സ്പോർട്സിന് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് ചോദ്യങ്ങൾ ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. നിങ്ങൾ മസ്റ്റ് ആയിട്ടൊന്ന് നോട്ട് ചെയ്ത് പഠിച്ചു വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ. ദീപ്തി ശർമ്മ ബിക്കം ദ ഹയസ്റ്റ് വിക്കറ്റ് ടേക്കർ ഇൻ വുമൺസ് T20 ഇന്റർനാഷണൽ ക്രിക്കറ്റ്. അതായത് ഇത് റെക്കോർഡ് അല്ലേ, ഒരു സ്പോർട്സ് ആണ്, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു റെക്കോർഡാണ്. നോക്കി, ദീപ്തി ശർമ്മ ബിക്കം ദ ഹയസ്റ്റ് വിക്കറ്റ് ടേക്കർ കേട്ടോ. ഹയസ്റ്റ് വിക്കറ്റ് ടേക്കർ ഇൻ വുമൺസ് T20 ഇന്റർനാഷണൽ ക്രിക്കറ്റ്. വുമൺസ് T20 ഇന്റർനാഷണൽ ക്രിക്കറ്റിന്റെ കാറ്റഗറിയിൽ ഏറ്റവും ഹയസ്റ്റ് വിക്കറ്റ് ടേക്കർ ആരാണ്? അത് ദീപ്തി ശർമ്മ കേട്ടോ. ദീപ്തി ശർമ്മ വെരി വെരി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അച്ചീവ്മെന്റ് ആണ്. അപ്പോൾ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാം കേട്ടോ, മസ്റ്റ് ആയിട്ട് ചോദിക്കാം, നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്താണ് Tai Tzu-ying has been elected as the chair of the BWF Athletes Commission. Okay, അതായത് ബാഡ്മിന്റൺ ഫെഡറേഷൻ ഓഫ് വേൾഡ് ബാഡ്മിന്റൺ ഫെഡറേഷന്റെ അത്ലറ്റ്സ് കമ്മീഷന്റെ എന്താണ് ചെയർ ആയിട്ട് ആരാണ്? Tai Tzu-yingനെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ BWF എന്നാണ് BWF ഫൗണ്ട് ചെയ്തെന്നാണ് 1934. 1934 BWF ഫൗണ്ട് ചെയ്ത. എക്സ്ട്രാ ഫാക്ട്സ് ആണ്, നോട്ട് ചെയ്ത് നോക്കാം. എവിടെയാണ് ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത്? കോലാലംപൂർ അല്ലേ. ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത് കോലാലംപൂർ ആണ്. അപ്പോൾ അതും കൂടെ എന്താണ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. കോലാലംപൂരാണ് BWFന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ളത്. അപ്പോൾ ജസ്റ്റ് എന്താണ് ഈ ഒരു കാര്യം കൂടെ എക്സ്ട്രാ പോയിന്റ് ആയിട്ടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്താണ് ഇന്ത്യസ് ഫസ്റ്റ് 3P മോഡൽ മെഡിക്കൽ കോളേജസ് വിൽ ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ മധ്യപ്രദേശ്. ഓക്കെ, ഇന്ത്യയിലെ ആദ്യത്തെ 3P മോഡൽ മെഡിക്കൽ കോളേജ് എവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത്? അത് മധ്യപ്രദേശിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. എന്താണ് ഈ 3Ps പറഞ്ഞാൽ? എന്താണ്? ഓക്കെ, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ആട്ടോ. എന്താണ് ഈ 3Ps വെച്ചാൽ? പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ആണിത്. ഈ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ആണിത് ഈ 3P എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഓക്കെ, പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ആണിത് ഈ 3P കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഇന്ത്യയിലെ ഫസ്റ്റ് ഉള്ളതാണ് ഇമ്പോർട്ടൻ്റ് അല്ലേ. ഫസ്റ്റ് 3P മോഡൽ എവിടെയാണ്? മെഡിക്കൽ കോളേജ് എവിടെ വരുന്നത്? എസ്റ്റാബ്ലിഷ് ഇൻ മധ്യപ്രദേശിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നത് കേട്ടോ.
നെക്സ്റ്റ് അടുത്ത വീണ്ടും again നോക്കിയേ ഇന്ത്യസ് ഫസ്റ്റ് ഇൻഡിജീനിയസ് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ പാസഞ്ചർ വെസൽ സ്റ്റാർട്ടഡ് കൊമേഴ്ഷ്യൽ സർവീസ് ഇൻ വാരണാസി. എവിടെയാണ്? വാരണാസിയിൽ എന്താണ് ഇന്ത്യയിലെ ഫസ്റ്റ് ഇൻഡിജീനിയസ് ഹൈഡ്രജൻ ഫ്യൂവൽ സെൽ പാസഞ്ചർ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു കേട്ടോ. അതും ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഫസ്റ്റ് ആണ്. എവിടെയാണെന്ന് നോക്കിയാൽ വാരണാസിയിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇനി ആരാണ് ഇത് ലോഞ്ച് ചെയ്യുന്നത് വെച്ചാൽ സർബാനന്ദ് സോനോവാളാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നോട്ട് ചെയ്യാം, സർബാനന്ദ് സോനോവാളാണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഏത് ഷിപ്പ് യാർഡ് ആണെന്ന് ചോദിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കി, ബൈ കൊച്ചിൻ ഷിപ്പ് യാർഡ് ആട്ടോ, ബൈ കൊച്ചിൻ ഷിപ്പ് യാർഡ്. കൊച്ചിൻ ഷിപ്പ് യാർഡ് ആണ് ഇത് കൊണ്ട് ബിൽഡ് ചെയ്ത് കേട്ടോ, ബിൽഡ് ബൈ കൊച്ചിൻ ഷിപ്പ് യാർഡ്. അടുത്താണ് റെലോസ് എഗ്രിമെന്റ് ഹാസ് ബീൻ സൈൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് റഷ്യ. ഓക്കെ, റെലോസ് എഗ്രിമെന്റ് എന്താണെന്ന് നോക്കി, മിലിറ്ററി കോപ്പറേഷൻ ആൻഡ് ലോജിസ്റ്റിക് സപ്പോർട്ട് ബിറ്റ്വീൻ ഈച്ച് കൺട്രി. അതായത് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു ലോജിസ്റ്റിക് സപ്പോർട്ട്. ഓക്കെ, മിലിറ്ററി കോപ്പറേഷൻ ആൻഡ് ലോജിസ്റ്റിക് സപ്പോർട്ടാണ് ഈ റെലോസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ചോദിക്കാം, ഈ റെലോസ് എഗ്രിമെന്റ് ഏതൊക്കെ കൺട്രീസ് തമ്മിലാണ് ഉടമ്പടി, അല്ലെങ്കിൽ ഈ എഗ്രിമെന്റ് ആരൊക്കെ തമ്മിലാണ് ചോദിക്കാം. ആരൊക്കെ തമ്മിലാണ്? അത് ഇന്ത്യയും അതുപോലെ ആരാണ്? ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ഒരു ഉടമ്പടിയാണ് ഈ റെലോസ് എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്ത രാകേഷ് അഗർവാൾ ഗോട്ട് അഡീഷണൽ ചാർജ് ആസ് NIA ചീഫ്. ഓക്കെ, NIA ചീഫ് ആയിട്ട് പുതിയ എന്താണ് അഡീഷണൽ ചാർജ് ആർക്ക് കിട്ടിയിട്ടുണ്ട്? രാകേഷ് അഗർവാളിന് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് അല്ലേ രാകേഷ് അഗർവാൾ. എന്നാണ് NIA ഫൗണ്ട് ചെയ്തതാണ്? NIA എന്ന് ഫൗണ്ട് ചെയ്ത് NIA ഫൗണ്ട് ഓൺ 2009. ഓക്കെ, 2009 NIA ഫൗണ്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ അതും കൂടെ ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കാം. ഇനി അടുത്താണ് ഇന്ത്യസ് സെറ്റ് ടു ഹോസ്റ്റ് ദ ഫസ്റ്റ് കോമൺവെൽത്ത് ഖോ ചാമ്പ്യൻഷിപ്പ്. നോക്കിയേ, ഫസ്റ്റ് ആദ്യത്തെ കോമൺവെൽത്ത് ഖോ ചാമ്പ്യൻഷിപ്പ് എവിടെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്? ഇന്ത്യ. ഓക്കെ, ഇന്ത്യ ആണെന്ന് ഇത് ഹോസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എവിടെയാണെന്ന് ചോദിക്കാം, ഈ ചാമ്പ്യൻഷിപ്പ് ഫസ്റ്റ് കോമൺവെൽത്ത് ഖോ ചാമ്പ്യൻഷിപ്പ് എവിടെയാണ് കണ്ടക്ട് ചെയ്യുന്നത് ചോദിക്കാം. എവിടെയാണ്? അത് ഇന്ത്യയിലാണിത് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്താണ് Hyderabad city has established new center of excellence for financial audit. Okay, financial audit വേണ്ടി പുതിയ സെന്റർ ആര് എവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു? ഹൈദരാബാദിൽ ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോകുന്നു കേട്ടോ. ഓക്കെ, Hyderabad city has established new center for excellence. Okay, new center of excellence for financial audit. Financial audit വേണ്ടി ആദ്യത്തെ സിറ്റി ഏതാണ്? ഹൈദരാബാദ് സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആണ് പാർവതി ആർഗ ബേർഡ് സാഞ്ചുറി ഓഫ് ഉത്തർപ്രദേശ് ഡിക്ലെയർഡ് എക്കോ സെൻസിറ്റീവ് സോൺ. ഓക്കെ, എക്കോ സെൻസിറ്റീവ് സോൺ ആയിട്ട് ഒരു സ്ഥലം, ഓക്കെ, ഒരു ബേർഡ് സാഞ്ചുറി മാറിയിട്ടുണ്ട്. ഇവിടുത്തെ ഉത്തർപ്രദേശിലെ ഒരു ബേർഡ് സാഞ്ചുറി മാറിയിട്ടുണ്ട്. ഓക്കെ, എൻ്റെ പേരാണെന്ത്? പാർവതി ആർഗ ബേർഡ് സാഞ്ചുറി എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കാം മേ ബി എന്ന് വെച്ചാൽ ഈ പാർവതി ആർഗ, കാരണം ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് ഉണ്ടല്ലോ. അപ്പോൾ ഈ ഇമ്പോർട്ടൻറ്റ് ന്യൂസ് പ്രകാരം എന്താണ്? ഈ പാർവതി ആർഗ ബേർഡ് സാഞ്ചുറി ഏത് സ്റ്റേറ്റിലാണ് എന്നൊരു ചോദ്യം നമുക്ക് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ എവിടെയാണ്? അത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലാണ് ഈ ഒരു ബേർഡ് സെഞ്ചുറി ഉള്ളത്. അപ്പോൾ എന്താ പ്രത്യേകത? അത് എക്കോ സെൻസിറ്റീവ് സോൺ. ഓക്കെ, എക്കോ സെൻസിറ്റീവ് സോൺ ആയിട്ട് ഇത് മാറിയിട്ടുണ്ട്. അതുമാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ രണ്ട് കാര്യങ്ങളും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് The Sujalam Bharat app has been launched by Ministry of Jal Shakti. നോക്കിയേ, സുജലം ഭാരത് ആപ്പ് വരുന്ന ചോദ്യങ്ങളാണ്. ഈ സുജലം ഭാരത് ആപ്പ് ഏത് മിനിസ്ട്രി ആണ്, അല്ലെങ്കിൽ ആരാണ് ഇത് ലോഞ്ച് ചെയ്തത്? ആരാണ്? മിനിസ്ട്രി ഓഫ് ജൽ ശക്തി ആണ് ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ആരാണ് മിനിസ്റ്റർ? ജലശക്തി മിനിസ്റ്റർ ആണ് CR പാട്ടീൽ അല്ലേ? CR പാട്ടീലാണിത് മിനിസ്റ്റർ ഓഫ് ജലശക്തി. നോക്കിയേ, അതുപോലെ തന്നെ നോക്കി അതുപോലെ ജൽ ജീവൻ മിഷന്റെ അണ്ടറിലാണ് കേട്ടോ ഇത് വരുന്നത്. ജൽ ജീവൻ മിഷൻ നമ്മുടെ 2019 സ്റ്റാർട്ട് ചെയ്ത ജൽ ജീവൻ മിഷന്റെ അണ്ടറിലാണിത് ഈ സുജലം ഭാരത് ആപ്പിലെ എന്താണ് വരുന്നത് കേട്ടോ. ഈ ഒരു കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ജൽ ജീവൻ മിഷന്റെ ഭാഗമായിട്ടാണ്. എന്താണ്? മാനേജ്മെന്റ് ഓഫ് റൂറൽ ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ സിസ്റ്റംസ്. ഓക്കെ, റൂറൽ ഡ്രിങ്കിങ് വാട്ടർ സപ്ലൈ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അതിന്റെ ഭാഗമായിട്ടാണ് ഈ സുജലം ഭാരത് ആപ്പ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ജലം എന്ന് പറയുമ്പോൾ കണക്ട് ചെയ്യാൻ പറ്റില്ല, ജലശക്തി ജലം ഈസി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അടുത്ത് ഓസ്ട്രേലിയാസ് വിക്ടോറിയ യൂണിവേഴ്സിറ്റി ഓപ്പണിംഗ് ഇറ്റ്സ് ഫസ്റ്റ് ക്യാമ്പസ് ഇൻ ഗുരുഗ്രാം. ഓസ്ട്രേലിയയുടെ നോക്കിയേ വിക്ടോറിയ യൂണിവേഴ്സിറ്റി അവരുടെ ആദ്യത്തെ ഫസ്റ്റ് ക്യാമ്പസ്, നോക്കിയേ ഫസ്റ്റ് ക്യാമ്പസ് എവിടെയാണ്? ഫസ്റ്റ് ക്യാമ്പസ് ഗുരുഗ്രാമിൽ. ഓക്കെ, ഗുരുഗ്രാമിൽ അവർ ഓപ്പൺ ചെയ്യാൻ പോകാട്ടോ. ഓക്കെ, ഓസ്ട്രേലിയാസ് വിക്ടോറിയ യൂണിവേഴ്സിറ്റി ഓപ്പണിംഗ് ഇറ്റ്സ് ഫസ്റ്റ് ക്യാമ്പസ് ഇൻ ഗുരുഗ്രാം. ഗുരുഗ്രാമിൽ ഇത് ഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുക കേട്ടോ. ഓക്കെ, അതാണ് 5th നാഷണൽ കോൺഫറൻസ് ഓഫ്
ചീഫ് സെക്രട്ടറീസ് ഹെൽഡ് അറ്റ് ന്യൂഡൽഹി. നോക്കി, അഞ്ചാമത്തെ നാഷണൽ കോൺഫറൻസ് ഓഫ് ചീഫ് സെക്രട്ടറീസ് എവിടെയാണ് ചെയ്തത്? ന്യൂഡൽഹിയിലാണ് ഇത് കണ്ടക്ട് ചെയ്തത് കേട്ടോ. ഇനി ചോദിക്കാൻ മതിയുള്ളത് ഇത് ആരാണ് ചെയർന്ന് വെച്ചാൽ ചെയർഡ് ബൈ PM മോദി ആട്ടോ. ഓക്കെ, ചെയർഡ് ബൈ PM മോദി. ഓക്കെ, ചെയർഡ് ബൈ PM മോദി. PM മോദിയാണിത് ഇത് ചെയർ ചെയ്തിരിക്കുന്നത് കേട്ടോ. ചെയർഡ് ബൈ PM മോദി. നോക്കി, എന്താണ് ഫിഫ്ത്ത് നാഷണൽ കോൺഫറൻസ്, അഞ്ചാമത്തെ നാഷണൽ കോൺഫറൻസ് ഓഫ് ചീഫ് സെക്രട്ടറീസ്. ഓക്കെ, എവിടെ നടന്നത്? ന്യൂഡൽഹിയിലാണിത് ഇത് നടന്നത് കേട്ടോ. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. അടുത്താണ് ഇന്ത്യസ് ഫസ്റ്റ് ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി ബി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഗോരഖ്പൂർ. നെക്സ്റ്റ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. നോക്കി, ഫസ്റ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ല, ഓൾറെഡി ഭയങ്കര ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യസ് ഫസ്റ്റ് ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി ബി എസ്റ്റാബ്ലിഷ് ഇൻ ഗോരഖ്പൂർ. എവിടെയാണ്? ഗോരഖ്പൂരിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഫസ്റ്റ് ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി ബി എസ്റ്റാബ്ലിഷ് ഇൻ ഗോരഖ്പൂരിലാണ് ഇത് എസ്റ്റാബ്ലിഷ്ഡ് ചെയ്യുന്നത്. വെരി 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 ഇമ്പോർട്ടൻറ്റ്, നോട്ട് ചെയ്ത് നോക്കുക. കാരണം ഞാൻ ഫസ്റ്റ് ഫോറസ്റ്റ് യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുമ്പോഴേക്കും ചോദിക്കാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. ആദ്യമായിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനുള്ള അത് ചോദിക്കാനുള്ള ഒരു ഇമ്പോർട്ടൻസ് അല്ല, ഒരു പ്രോബബിലിറ്റി ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് ഇങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് നോട്ട് ചെയ്ത് വെക്കണം, പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം അതാട്ടോ. ഓക്കെ, അടുത്താണ് സായി ജാദവ് ബിക്കം ദ ഫസ്റ്റ് വുമൺ ഓഫീസർ ടു പാസ് ഔട്ട് ഫ്രം ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി. അഗെയിൻ ഇപ്പോഴും ഫസ്റ്റ് അല്ലേ, കംപ്ലീറ്റ് നോക്കി നമ്മൾ പഠിക്കുന്നതൊക്കെ ഒരു ഫസ്റ്റ് കൂട്ടിയുള്ള കാര്യങ്ങളല്ലേ. ഓക്കെ, സായി ജാദവ് ബിക്കം ദ ഫസ്റ്റ് വുമൺ ഓഫീസർ ടു പാസ് ഔട്ട് ഫ്രം ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി. ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയിൽ നിന്നും പാസ് ഔട്ട് ആവുന്ന ആദ്യത്തെ വുമൺ ആട്ടോ. ഫസ്റ്റ് വുമൺ ആരാണത്? സായി ജാദവ് എന്ന് പറയുന്നത് കേട്ടോ. അടുത്തൊരു അവാർഡാണ് നമ്മുടെ PM മോദിക്ക് ലഭിച്ച ഒരു അവാർഡാണ്. എന്താണ്? എത്യോപ്യയുടെ ഗ്രേറ്റ് ഓണർ ഓഫ് നിഷാൻ അവാർഡ്. ഓക്കെ, എത്യോപ്യയുടെ ഗ്രേറ്റ് ഓണർ ഓഫ് നിഷാൻ അവാർഡ് ആർക്കാണ് ലഭിച്ചത്? നമ്മുടെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിക്കാണിത് ഈ എത്യോപ്യയുടെ ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത് കേട്ടോ. അതും ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് നോക്കുക. നെക്സ്റ്റ് ആണ് ഏഷ്യാസ് ലാർജസ്റ്റ് ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്റർ ഹാസ് ബീൻ സെറ്റ് അപ്പ് ഇൻ മുംബൈ. ഓക്കെ, ഏഷ്യയിലെ ഏറ്റവും വലിയ ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്റർ എവിടെയാണ്? അത് മുംബൈയിലാണത് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഏഷ്യാസ് ലാർജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏഷ്യാസ് ലാർജസ്റ്റ് ഗ്ലോബൽ കാപ്പബിലിറ്റി സെന്റർ ഹാസ് ബീൻ സെറ്റപ്പ് ഇൻ മുംബൈ. എവിടെയാണ്? മുംബൈയിലാണത് ഇത് സെറ്റപ്പ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് അടുത്താണ് രവി രഞ്ജൻ. അഗെയിൻ ഒരു അപ്പോയിന്റ്മെന്റ് അല്ലേ. നോക്കി, രവി രഞ്ജൻ ടേക്കൺ ചാർജ് ആസ് ദ ന്യൂ മാനേജിംഗ് ഡയറക്ടർ ഓഫ് SBI. ഓക്കെ, SBIയുടെ പുതിയ മാനേജിംഗ് ഡയറക്ടർ ആയിട്ട് ആര് അപ്പോയിന്റ് ഉണ്ട്? രവി രഞ്ജനെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളത്. എന്താണ് SBI ഫൗണ്ട് ചെയ്തത്? 1955 അല്ലെ, 1955 SBI ഫൗണ്ട് ചെയ്ത്. ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈ. ഓക്കെ, മുംബൈയിലാണത് ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടെ ജസ്റ്റ് നിങ്ങൾ ഇതിൻ്റെ കൂടെ ഒന്ന് നോട്ട് ചെയ്ത് ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത് മുംബൈയിലാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്, കാരണം അപ്പോയിൻമെന്റ് ആണ്, ചോദിക്കാം. ഓക്കെ, അടുത്താണ് മഹാരാഷ്ട്ര സെറ്റ് എ ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഫോർ സോളാർ പമ്പ് ഡിപ്ലോയ്മെന്റ് ഇൻ അഗ്രികൾച്ചർ. നോക്കി, ഒരു ഗിന്നസ് വേൾഡ് റെക്കോർഡാണ്, അത്രത്തോളം ഇന്റർനാഷണൽ വാല്യൂ ഉള്ളൊരു ന്യൂസ് ആണ്. എന്താണ്? അതായത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഫോർ എന്താണ്? ഡിപ്ലോയ്മെന്റ് ഇൻ അഗ്രികൾച്ചർ. ഓക്കെ, സോളാർ പമ്പ് ഡിപ്ലോയ്മെന്റ്. ഓക്കെ, ലാർജസ്റ്റ് സോളാർ പമ്പ് ഡിപ്ലോയ്മെന്റ് ഇൻ അഗ്രികൾച്ചർ. കണ്ടോ, സോളാർ പമ്പ് ഉണ്ടോ? ഇതേ കാണുന്നുണ്ടോ? അപ്പോൾ ഏറ്റവും കൂടുതൽ സോളാർ പമ്പ് ഡിപ്ലോയ്മെന്റ് അഗ്രികൾച്ചർ കൊടുത്തത് ഏതാണ്? അത് മഹാരാഷ്ട്ര. ഓക്കെ, മഹാരാഷ്ട്രയ്ക്ക് എന്താണ്? ഗിന്നസ് വേൾഡ് റെക്കോർഡ് എന്നാണ്, ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് സ്റ്റേറ്റിനാണ് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഫോർ ലാർജസ്റ്റ് സോളാർ പമ്പ് ഡിപ്ലോയ്മെന്റ് ഇൻ അഗ്രികൾച്ചർ ചോദിച്ച ആൻസർ എന്നാണ്? ആൻസറാണ് മഹാരാഷ്ട്ര എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്താണ് ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ 2025. ഓക്കെ, ഒരു ഫെസ്റ്റിവൽ, സയൻസ് ഫെസ്റ്റിവൽ ആണ്, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആട്ടോ. നോക്കാം. ഹെൽഡ് അറ്റ് പഞ്ച്കുള, ഹരിയാന. ഓക്കെ, ഹരിയാനയിലെ പഞ്ച്കുള വെച്ചാണ് ഈ ഒരു ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ 2025 കണ്ടക്ട് ചെയ്ത്. ഇനി നോക്കാം, ഈ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണെങ്കിൽ ഇതിന്റെ തീം എന്താണെന്ന് ചോദിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ചോദ്യങ്ങളാണെങ്കിൽ വരുന്ന സാധ്യത വെച്ചാൽ ഈ ചോദ്യം അത് ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ 2025 ഹരിയാന വെച്ച് കണ്ടക്ട് ചെയ്തു. രണ്ടാമത് സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയായിരിക്കും. ഇതിന്റെ തീം തീം വിജ്ഞാൻ സേ സമൃദ്ധിൻ ഫോർ ആത്മനിർഭർ ഭാരത് എന്നാണ് ഇതിന്റെ തീം. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ബോത്ത് ആർ കറക്റ്റ്, എ ഓർ ബി, എ ഇസ് കറക്റ്റ്, ബി ഇസ് റോങ്, അല്ലെങ്കിൽ ബി കറക്റ്റ്, എ റോങ്, അല്ലെങ്കിൽ ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്. അങ്ങനത്തെ 4 ഓപ്ഷൻ ആയിരിക്കും നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു കാര്യം ജസ്റ്റ് ഇത് എവിടെയാണെന്ന് മാത്രം പഠിച്ചു വെക്കാണ്ട് ഇതിന്റെ
അതിൻ്റെ തീമും അതിൻ്റെ ഇനി എന്തെങ്കിലും എക്സ്ട്രാ ഫാക്ട്സ് ഉണ്ടെങ്കിൽ അതുകൊണ്ട് എന്താണ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ നോക്കി ഹരിയാനയിലെ പാഞ്ച്കുളയിൽ വെച്ചാണ് ഇത് കണ്ടക്ട് ചെയ്ത് അല്ലെങ്കിൽ നടന്നത്. ഇതിൻ്റെ തീമാണിത് വിഗ്യാൻ സേ സമൃദ്ധി ഫോർ ആത്മനിർഭർ ഭാരത് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്താണ് ഇന്ത്യ വോൺ ദ WSF സ്ക്വാഷ് വേൾഡ് കപ്പ് 2025. നോക്കി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പോർട്സ് ഇവൻ്റ് അല്ലേ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് സ്പോർട്സ് ഇവൻ്റ് ആണ്. ഇന്ത്യ എന്താണ് വേൾഡ് സ്ക്വാഷ് കപ്പ് 2025 എന്താണ് ഇന്ത്യ വോൺ ചെയ്തിരിക്കുക കേട്ടോ. ഇന്ത്യ വോൺ ദ WSF സ്ക്വാഷ് വേൾഡ് കപ്പ് 2025 ഇന്ത്യ വോൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് അഗെയിൻ എന്താണ് ഒരു സ്പോർട്സ് ആണ്. ജർമ്മനി വോൺ ദ FIH മെൻസ് ജൂനിയർ ഹോക്കി വേൾഡ് കപ്പ് 2025. അഗെയിൻ ഇമ്പോർട്ടൻ്റ് ആണ്, ജർമ്മനിയാണ് വോൺ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇന്ത്യ 3rd സ്ഥാനമാണ്. റണ്ണറപ്പ് ആരാണ് ചോദിക്കാം. റണ്ണറപ്പ് സ്പെയിൻ ആണ്. റണ്ണറപ്പ് സ്പെയിൻ ആണ്. അതുപോലെ 3rd റാങ്ക്. ഓക്കെ, 3rd റാങ്ക് ആർക്കാണ്? 3rd റാങ്ക് ഇന്ത്യ. ഓക്കെ, ഇന്ത്യക്കാണ് 3rd റാങ്ക് ലഭിച്ചത്. റണ്ണറപ്പ് സ്പെയിൻ ആണ്. അതുപോലെ 3rd റാങ്ക് ലഭിച്ചത് ഇന്ത്യക്കാണ്. അപ്പോൾ ജർമ്മനി വോൺ ദ FIH മെൻസ് ജൂനിയർ ഹോക്കി വേൾഡ് കപ്പ് 2025 കേട്ടോ. നെക്സ്റ്റ്, ജസ്പ്രീത് ബുംറ ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യൻ ബൗളർ ടു ടേക്ക് 100 വിക്കറ്റ്സ്. അതായത് ഫോമാറ്റിൽ എല്ലാ ഫോമാറ്റിലും 100 വിക്കറ്റ്സ് എടുക്കുന്ന ആദ്യ ബോളർ ആര് മാറി? ജസ്പ്രീത് ബുംറ മാറിയിട്ടുണ്ട്. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനന്തര ക്രിക്കറ്റ് റെക്കോർഡാണ് ജസ്പ്രീത് ബുംറയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്ത് നോക്കുക. ജസ്പ്രീത് ബുംറ ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യൻ ബൗളറാണ്, ആദ്യത്തെ ഇന്ത്യൻ ബൗളറാണ്. ഓക്കെ, പ്രത്യേകം നോട്ട് ചെയ്യണം. ഫസ്റ്റ് ഇന്ത്യൻ ബൗളർ ടു ടേക്ക് 100 വിക്കറ്റ്സ് ഇൻ ഓൾ ഫോമാറ്റ്സ് കേട്ടോ. അത് ജസ്പ്രീത് ബുംറയാണ്. അടുത്ത ടൈംസ് 2025 CEO ഓഫ് ദ ഇയർ. ഓക്കെ, ടൈംസിന്റെ 2025 CEO ഓഫ് ദ ഇയർ അവാർഡ് ആർക്ക് കിട്ടിയത്? നീൽ മോഹൻ. ഏതിന്റെ CEO ആണ് അദ്ദേഹം? നമ്മുടെ യൂട്യൂബിന്റെ കേട്ടോ. നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്ന യൂട്യൂബിന്റെ CEO ആണിത് നീൽ മോഹൻ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ടൈംസ് 2025 CEO ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അവാർഡാണ്. ഓക്കെ, മസ്റ്റായിട്ടും നോട്ട് ചെയ്ത് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്താണ് ആനന്ദ് അംബാനി ബിക്കം ദ യങ്ങസ്റ്റ് ആൻഡ് ഫസ്റ്റ് ഏഷ്യൻ ടു റിസീവ് ദ ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ്. ഓക്കെ, ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് ലഭിക്കുന്ന യങ്ങസ്റ്റും അതുപോലെ എന്താണ് ഫസ്റ്റ് ഏഷ്യൻ ആട്ടോ. ഫസ്റ്റ് ഏഷ്യൻ ആൻഡ് യങ്ങസ്റ്റ് ആൻഡ് ഫസ്റ്റ് ഏഷ്യൻ ടു റിസീവ് ദിസ് അവാർഡ് ആണത്. അത് ആനന്ദ് അംബാനി ആട്ടോ. ആനന്ദ് അംബാനി. ഓക്കെ, ആനന്ദ് അംബാനി യങ്ങസ്റ്റ് ആൻഡ് ഫസ്റ്റ് ഏഷ്യൻ ടു റിസീവ് ദ ഗ്ലോബൽ ഹ്യൂമാനിറ്റേറിയൻ അവാർഡ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആണ് പെറ്റ ഇന്ത്യസ് പേഴ്സൺ ഓഫ് ദ ഇയർ 2025. ഓക്കെ, അതൊരു അവാർഡാണ്. ഒരു അവാർഡ് ഓൾറെഡി പഠിച്ചു. നെക്സ്റ്റ് അവാർഡാണ് പെറ്റ ഇന്ത്യസ് പേഴ്സൺ ഓഫ് ദ ഇയർ 2025. ആർക്കാണ് ലഭിച്ചത്? അത് രവീന ടാൻഡോൺ. ഓക്കെ, രവീന ടാൻഡോൺ ആണത് 2025 പെറ്റ ഇന്ത്യസ് പേഴ്സൺ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് കേട്ടോ. 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ്സ് ആണ്. 2 നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത് intangible. Okay, 20th UNESCO Intangible Culture Heritage Session was hosted by India. Okay, 20th UNESCO Intangible Cultural Heritage Session വാസ് ഹോസ്റ്റഡ് ബൈ. എവിടെയാണ് നടന്നത്? അത് ഇന്ത്യയിൽ വെച്ചാണ് കണ്ടക്ട് ചെയ്തത്. അപ്പോൾ യുനെസ്കോ എന്ന് പറയുമ്പോൾ ഇന്റർനാഷണൽ വാല്യൂ ഉള്ള കാര്യങ്ങളാണ്. യുനെസ്കോ, WHO, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ വെച്ച് കണ്ടക്ട് ചെയ്യുവാണെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്? അത് ചോദിക്കാനുള്ള ഒരു ചാൻസ് എന്താണ് വളരെ ഹൈ ആട്ടോ. അപ്പോൾ 20th യുനെസ്കോ ഇൻടാഞ്ചിബിൾ കൾച്ചർ ഹെറിറ്റേജ് കൾച്ചറൽ സെഷൻ എവിടെയാണെന്ന്? അത് ഇന്ത്യയിൽ വെച്ചാണ് ഹോസ്റ്റ് ചെയ്യപ്പെടുന്നത് കേട്ടോ. ഓക്കെ, അടുത്താണ് സർവാഗ്യ സിംഗ് കുശ്വാഹ ബിക്കം ദ വേൾഡ്സ് യങ്ങസ്റ്റ് 5-rated ചെസ് പ്ലെയർ. നോക്കി, ഒരു പിഞ്ച് പൈതലല്ലേ. നോക്കി, ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള 5-rated ചെസ് പ്ലെയർ ആരാണ്? അത് സർവാഗ്യ സിംഗ് കുശ്വാഹയാണിത്. ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള 5-rated ചെസ് പ്ലെയർ ആയിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. നോട്ട് ചെയ്യാം, ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ പേര് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് അപർണ ഗാർഗ് ടേക്കൺ ചാർജ് ആസ് ദ മെമ്പർ ഓഫ് റെയിൽവേ ബോർഡ്. ഓക്കെ, റെയിൽവേ ബോർഡിന്റെ ഒരു ഫിനാൻസ് ഭാഗം കേട്ടോ. ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് എന്താണ്? ഫിനാൻസ്. ഓക്കെ, അതിന്റെ ഭാഗമായിട്ട് എന്താണ്? റെയിൽവേ ബോർഡിന്റെ ഒരു മെമ്പർ ആയിട്ട് എന്താണ് അപർണ ഗാർഗ് ടേക്കൺ ചാർജ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഇമ്പോർട്ടൻ്റ് അപ്പോയിൻമെന്റ് സെക്ഷനിൽ നമുക്ക് കൂട്ടാൻ പറ്റും. റെയിൽവേ ബോർഡിലേക്ക് ഒരു മെമ്പർ ആഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ചോദ്യങ്ങളോ അല്ലാത്ത ചോദ്യങ്ങളോ ആയിട്ട് ഇത് വരാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് ആണ്
Donald Trump has been awarded the first FIFA Peace Prize. Okay, first ആദ്യത്തെ again first കോമൺ അല്ലേ first FIFA Peace Prize. ഫസ്റ്റ് ഫിഫ പീസ് പ്രൈസ് ആർക്കാ ലഭിച്ചത്? അത് ഡൊണാൾഡ് ട്രംപിനാണ് ആദ്യത്തെ ഫിഫ പീസ് പ്രൈസ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അടുത്താണ് വിവേക് ചതുർവേദി. അഗൈൻ ഒരു അപ്പോയിൻമെന്റ് ആണ്, ഇമ്പോർട്ടന്റ് അപ്പോയിൻമെന്റ് ആണ്. നോക്കി, നമ്മുടെ CBICയുടെ ഇമ്പോർട്ടന്റ് ആയിട്ട് അപ്പോയിൻമെന്റ് ആണ്. നോക്കി, വിവേക് ചതുർവേദി ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ന്യൂ ചെയർമാൻ ഓഫ് CBICയുടെ പുതിയ ചെയർമാനായിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? വിവേക് ചതുർവേദിനെ അപ്പോയിന്റഡ് ചെയ്തിട്ടുണ്ട്. വെരി വെരി ഇമ്പോർട്ടന്റ്, മസ്റ്റ് ആയിട്ട് നിങ്ങളുടെ അപ്പോയിൻമെന്റ് സെക്ഷനിൽ ഏറ്റവും പഠിക്കേണ്ട അപ്പോയിൻമെന്റ് സെക്ഷനിൽ ഒന്നായിട്ട് മാർക്ക് ചെയ്ത് വെച്ചോ. കാരണം കൺഫേം ആണ് 2026 എക്സാംസിനൊക്കെ കൺഫേം ആയിട്ടും അത് ചോദിച്ചിരിക്കും. കാരണം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർഗനൈസേഷൻ ആണ് ഈ ഒരു അപ്പോയിൻമെന്റ്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, മസ്റ്റ് ആയിട്ട് പഠിച്ചു നോക്കാം കേട്ടോ. അടുത്ത മിലിറ്ററി എക്സസൈസ് അല്ലേ, നമ്മൾ എല്ലാ മാസവും കൃത്യമായിട്ട് 1, 2, 3 അല്ലെങ്കിൽ അതിൽ കൂടുതൽ എന്താണ് മിലിറ്ററി എക്സസൈസ് കൃത്യമായിട്ട് പറയാറുണ്ട്. ഡിസംബർ മാസത്തിൽ എന്താണ് നമുക്ക് കൃത്യമായിട്ടുണ്ട് മിലിറ്ററി എക്സസൈസ് നമുക്കിവിടെ പറയാം. നോക്കിയേ, ഫസ്റ്റ് ഡിസേർട്ട് സൈക്ലോൺ 2. ഓക്കെ, ഡിസേർട്ട് സൈക്ലോൺ 1 ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യായിരുന്നു. അപ്പോൾ ഡിസേർട്ട് സൈക്ലോൺ 2 നോക്കി, ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്ന 2 കാര്യങ്ങൾ. നോക്കി, ഒന്ന് ആരൊക്കെ തമ്മിലാണ്, ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. അത് രണ്ടാമത്തെ കാര്യം എന്താണ്, എവിടെ വെച്ചാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, ആരൊക്കെ തമ്മിലാണ്? നോക്കി, ഇന്ത്യ ആൻഡ് UAE തമ്മിലാണ് ഈ ഒരു ഡിസേർട്ട് സൈക്ലോൺ 2 കണ്ടക്ട് ചെയ്യുന്നത്. അത് മാത്രം നോക്കി, അത് എവിടെ വെച്ചാണ്? അബുദാബി. എവിടെ ചോദിച്ചു ചെയ്യുന്നത്? അബുദാബിയിൽ വെച്ചാണ് ഇത് നടക്കുന്നത് കേട്ടോ. നടക്കുന്ന എവിടെ വെച്ചാണ്? അബുദാബി വെച്ചാണ്. ഡിസേർട്ട് സൈക്ലോൺ 2 ആണ്, ഇന്ത്യ ആൻഡ് UAE ആണ് നടക്കുന്നത്, അബുദാബിയിൽ വച്ചാണ്. ഈ രണ്ടാമത്തെ നോക്കാം. നോക്കി, ഹരിമാവ് ശക്തി 2025 ആരൊക്കെ തമ്മിലാണ്? നമ്മൾ സ്ഥിരമായിട്ട് പഠിക്കുന്ന അല്ലെ, ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യ ആൻഡ് മലേഷ്യ ആണ് ഹരിമാവ് ശക്തി 2025 എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഇന്ത്യയിലെ വെച്ചാണ് രാജസ്ഥാനിലെ വെച്ചാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, അവിടുത്തെ ഫയറിംഗ് റേഞ്ചിൽ വെച്ചാണ് ഇത് ഹരിമാവ് ശക്തി 2025 കണ്ടക്ട് ചെയ്യുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 മിലിറ്ററി എക്സസൈസ് ആണ്. ഒന്ന് ഡിസേർട്ട് സൈക്ലോൺ 2, രണ്ടാമത്തെ ഹരിമാവ് ശക്തി 2025 എന്ന് പറയുന്നത്. രണ്ടും നോട്ട് ചെയ്ത് കൃത്യമായിട്ടും നിർബന്ധമായിട്ടും പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത് ബി ജയറാം ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ചെയർമാൻ ഓഫ് മാത്രമേ ഉള്ളൂ. ഓക്കെ, ചെയർമാൻ ഓഫ് കോൾ ഇന്ത്യ ആണ്. ചെയർമാൻ ഓഫ് കോൾ ഇന്ത്യ. അപ്പം കോൾ ഇന്ത്യയുടെ പുതിയ ചെയർമാൻ, അത് മാത്രമല്ല MD ആട്ടോ, ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് കോൾ ഇന്ത്യയുടെ പുതിയ ചെയർമാനും മാനേജിംഗ് ഡയറക്ടർ ആരെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്? ബി ജയറാം. ഓക്കെ, ബി ജയറാമിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബി ജയറാം ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ചെയർമാൻ ഓഫ്, ആൻഡ് ചെയർമാൻ മാത്രമല്ല MD. ഓക്കെ, ചെയർമാൻ്റെ MD അല്ലേ, ചെയർമാൻ ആൻഡ് MD ഓഫ് കോൾ ഇന്ത്യ. നെക്സ്റ്റ് സ്മൃതി മന്ദാന. സ്മൃതി മന്ദാന അഗൈൻ സ്പോർട്സ് അല്ലേ, സ്പോർട്സ് ആണ്. ബിക്കം ദ ഫസ്റ്റ് ഏഷ്യൻ ടു റീച്ച് 4200 T20 ഇന്റർനാഷണൽ റൺസ്. നോക്കി, ഫസ്റ്റ് ഏഷ്യൻ ആണ്, ഫസ്റ്റ് ഏഷ്യൻ ടു റീച്ച് ദ 4200 T20 ഇന്റർനാഷണൽ റൺസ്. ആരാണ്? സ്മൃതി മന്ദാന. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പോർട്സ് അവാർഡ് ആണ്. നെക്സ്റ്റ്, വിരാട് കോഹ്ലി സർപാസ് സച്ചിൻ ടെണ്ടുൽക്കർ ഫോർ മോർ സെഞ്ചുറീസ് ഇൻ സിംഗിൾ ഫോർമാറ്റ്. നോക്കി, മോർ സെഞ്ചുറീസ് ഇൻ, അതായത് ODI ഫോർമാറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിരാട് കോഹ്ലി എന്താണ് സച്ചിൻ ടെണ്ടുൽക്കറിനെ ബീറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ആ ഒരു കാര്യമാണ് വിരാട് കോഹ്ലി സർപാസ് സച്ചിൻ ടെണ്ടുൽക്കർ ഫോർ മോർ സെഞ്ചുറീസ് ഇൻ സിംഗിൾ ഫോർമാറ്റിൽ എന്താണ് ഏറ്റവും കൂടുതൽ സെഞ്ചുറീസ് എന്ന സച്ചിൻ ടെണ്ടുൽക്കറിന്റെ എന്താണ് റെക്കോർഡ് വിരാട് കോഹ്ലി തിരുത്തിയിരിക്കുന്നു. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് നോക്കാം. ഇതുവരെ തകർക്കപ്പെടില്ല എന്ന് കരുതിയിരുന്ന റെക്കോർഡായിരുന്നു. അത് പക്ഷേ വിരാട് കോഹ്ലി എന്താണ് അത് ബ്രേക്ക് ചെയ്തിരിക്കുക കേട്ടോ. ഓക്കെ, 49 ODI സെഞ്ചുറീസ് എങ്ങാണ്ടായിരുന്നു, 50 ആക്കി എന്താണ് വിരാട് കോഹ്ലി അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ആർ പ്രജ്ഞാനന്ദ വോൺ ദ ഫൈഡ് സർക്യൂട്ട് 2025. അഗൈൻ ഒരു ചെസ് ചാമ്പ്യൻഷിപ്പ് ആണ്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ് കൂടിയാണ്. ആർ പ്രജ്ഞാനന്ദ എന്താണ് ഫൈഡ് സർക്യൂട്ട് 2025 എന്താണ് വോൺ ചെയ്തിരിക്കുന്നത് കേട്ടോ. ആർ പ്രജ്ഞാനന്ദ, നമ്മുടെ സ്വന്തം ഇന്ത്യക്കാരനായ ആർ പ്രജ്ഞാനന്ദ ഇത് വോൺ ചെയ്തിരിക്കുന്നത്. 2 ഇമ്പോർട്ടൻ്റ് പഠിച്ചു. ഒന്ന് വിരാട് കോഹ്ലിയുടെ റെക്കോർഡ്, കാരണം ഇതൊക്കെ വൺസ് ഇൻ എ വൈൽ നടക്കുന്ന ഒരു ഓക്കെ റെക്കോർഡ് എന്ന് വെച്ചാൽ റെക്കോർഡ് ബീറ്റ് ചെയ്യപ്പെടും എന്നുള്ള ഇതുണ്ടാക്കുക. സച്ചിൻ എന്ന് വെച്ചാൽ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയിട്ട്, അപ്പോൾ ആ റെക്കോർഡ് ബീറ്റ് ചെയ്തിരിക്കുകയാണ് വിരാട് കോഹ്ലി. അപ്പോൾ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇന്നത് ബീറ്റ് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച്, ഇനി വിരാട് കോഹ്ലിനെ ബീറ്റ് ചെയ്യാന്ന് വെച്ചാൽ കുറച്ച് പാടാണ്. വീണ്ടും എന്താണ് അതൊരു മൈൽ സ്റ്റോൺ ആയിട്ട് ഇങ്ങനെ കിടക്കുന്ന ഒരു കാര്യമാണ്. അതുപോലെ ഇത് ഓക്കെ, നെക്സ്റ്റ് എന്താണ് ഒരു ഫൈഡ് സർക്യൂട്ട് 25 പ്രജ്ഞാനന്ദ വോൺ ചെയ്തു, അതും നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസംബർ മാസത്തിലെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സും അതിൻ്റെ തീംസും ഒന്ന് നോക്കാം കേട്ടോ. നോക്കി, ഡിസംബർ 2 നോക്കിയാൽ ഡിസംബർ 2
വേൾഡ് കമ്പ്യൂട്ടർ ലിറ്ററസി ഡേ ആണെന്ത് December 2 ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നത്. അടുത്ത 3 ഓക്കെ December 3 എന്താണ് വേൾഡ് ഹാൻഡിക്യാപ്ഡ് ഡേ ആണെന്ത് December 3 കേട്ടോ December 3. അടുത്ത December 4 നോക്കിയേ നാഷണൽ നേവി ഡേ ആണെന്ത് December 4 നാഷണൽ നേവി ഡേ December 4. അപ്പോൾ നോക്കിയാൽ അത് ഈ നേവി ആർമി അതുപോലെ എയർഫോഴ്സ് ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട കേട്ടോ. മിക്കപ്പോഴും ചോദിച്ചു കാണാറുണ്ട് ഈ മൂന്നെണ്ണം. അപ്പോൾ ഇത് മസ്റ്റായിട്ടും പഠിച്ചു നോക്കാം കേട്ടോ. അടുത്ത് നോക്കിയേ December 5 വേൾഡ് സോയിൽ ഡേ ആണെന്ത് December 5 എന്ന് പറയുന്നത്. അതിൻ്റെ നമുക്ക് അതിൻ്റെ തീം ഒന്ന് നോക്കാം. എന്താണ് ഹെൽത്തി സോയിൽസ് ഫോർ ഹെൽത്തി സിറ്റീസ് ആണ്. ഹെൽത്തി സോയിൽസ് ഫോർ ഹെൽത്തി സിറ്റീസ് ആണെന്ത് ഇതിൻ്റെ തീം എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ അടുത്ത് നോക്കി December 9 നോക്കി ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ഡേ ആണെന്ത് December 9. ഇതൊക്കെ റീസെന്റ് ആയിട്ട് എക്സാംസിനൊക്കെ ചോദിക്കുന്ന കേട്ടോ ഈ ആന്റി കറപ്ഷൻ ഡേ കേട്ടോ. December 9 ആണിത് ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ഡേ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ അടുത്ത് നോക്കാം December 10 നോക്കി ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആണെന്ത് December 10 എന്ന് പറഞ്ഞിട്ട് ഹ്യൂമൻ റൈറ്റ്സ് ഡേ. അതുപോലെ അടുത്ത December 11 നോക്കി ഇന്റർനാഷണൽ മൗണ്ടെയിൻ ഡേ ആണെന്ത് December 9. അതുപോലെ ഹ്യൂമൻ റൈറ്റ്സ് ഡേയുടെ തീം നോക്കിയില്ല അല്ലേ. December 10 ഹ്യൂമൻ റൈറ്റ്സ് ഡേയുടെ തീം ആണെന്ത് ഹ്യൂമൻ റൈറ്റ്സ് അവർ എവരിഡേ എസെൻഷ്യൽ. എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് അവർ എവരിഡേ എസെൻഷ്യൽ ആണെന്ത് ഇതിന്റെ തീം എന്ന് പറയുന്നത്. അടുത്ത് December 11 നോക്കി യൂണിസെഫ് ഫൗണ്ടേഷൻ ഡേ ആണെന്ത് December 11 എന്ന് പറയുന്നത്. അടുത്ത് നോക്കി December 14 നോക്കി നാഷണൽ എനർജി കൺസർവേഷൻ ഡേ. ഇമ്പോർട്ടൻ്റ് ആണ്, ഇതൊക്കെ ചോദിക്കാറുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് ഡേ ചോദിക്കാറുണ്ട്. അതുപോലെ നോക്കി ഈ നാഷണൽ എനർജി കൺസർവേഷൻ ഡേ ചോദിക്കാറുണ്ട്. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. December 14. അടുത്ത December 19 നോക്കി മൈനോറിറ്റീസ് റൈറ്റ്സ് ഡേ ആണെന്ത് December 19 എന്ന് പറയുന്നത്. അതും ഇമ്പോർട്ടൻ്റ് ആണ്, അതും ചോദിച്ചു കാണാറുണ്ട് കേട്ടോ. അടുത്ത വെരി വെരി ഇമ്പോർട്ടൻറ്റ് December 22 എന്താണ് നാഷണൽ മാത്തമാറ്റിക്സ് ഡേ ആയിട്ട് നമ്മൾ ആഘോഷിക്കുന്നതാണ് December 22 എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത December 23 കിസാൻ ദിവസ് അല്ലെങ്കിൽ ഫാമേഴ്സ് ഡേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആഘോഷിക്കുന്നതാണ് December 23 എന്ന് പറയുന്നത്. അടുത്ത നോക്കി December 24 നോക്കി എന്താണ് നാഷണൽ കൺസ്യൂമർ റൈറ്റ്സ് ഡേ ആണിത് December 24 എന്ന് പറയുന്നത് നാഷണൽ കൺസ്യൂമർ റൈറ്റ്സ് ഡേ. അടുത്ത December 25 നോക്കി ഗുഡ് ഗവർണൻസ് ഡേ ആണിത് December 25. ആൻഡ് ലാസ്റ്റ് വൺ December 26 നോക്കി വീർബാൽ ദിവസ് ആണിത് December 26 എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ അപ്പോൾ നമ്മൾ ഡിസംബർ മാസത്തിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിക്ക കറണ്ട് അഫയേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ അപ്പം നിങ്ങൾക്ക് ഇതിൻ്റെ PDF കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ആപ്പിൽ എന്താണ് ഫ്രീ സ്റ്റഡി സെക്ഷണൽ മെറ്റീരിയൽ അത് എന്താണ് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് കമൻസ് നിർദ്ദേശങ്ങൾ എന്ത് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഫ്രണ്ട്സൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ അപ്പം ഇതിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ അപ്പോൾ എന്ത് കാര്യം സംശയം ഉണ്ടെങ്കിലും SMLയെ കോൺടാക്ട് ചെയ്യുക. ഓക്കെ അപ്പോൾ താങ്ക് യു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് അടുത്ത മാസത്തെ അല്ലെങ്കിൽ അടുത്ത വർഷത്തെ കറണ്ട് അഫയേഴ്സ് ആയിട്ട് ഇനി വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു.